ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മടുത്തോ? ഞാനിനി ഏത് ആസനത്തെക്കുറിച്ചാണ് പറയേണ്ടത് എനിക്കറിയത്തില്ല കേട്ടോ. നടുവേദന, ഉളുക്ക്, തൈറോയിഡ്, ഒരു പറ്റം റെമഡീസ് ഇറക്കി അല്ലേ? ഇനി എൻ്റെ ഈ പ്രത്യേകിച്ച് റെമഡി ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഉളുക്ക്, വാദം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് എൻ്റെ മരുന്നും കാര്യങ്ങളൊന്നുമില്ല. യെസ്. അപ്പോൾ കൈപ്പുഴ ഫൊറോനയുടെ കുടുംബ സംഗമമാണ് അല്ലേ? കുടുംബ സംഗമം. കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും ഉണ്ടാകണം. ഈ മൂന്നാമത്തെ കാറ്റഗറി കുറേ ഇവിടെ ഇല്ല. കാനഡയിലും UK യിലുവാ. പിന്നെ ബാക്കി ഇനിയിപ്പോൾ DJ ലൈവ് ആകുമ്പോൾ തന്നെ വരുള്ളായിരിക്കും അല്ലേ? അതാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ്. യെസ്. അപ്പോൾ ഒത്തിരി സന്തോഷം കൈപ്പുഴ ഫൊറോനയുടെ ഈ കുടുംബ സംഗമം. കാരണം ജ്ഞാനായ സമുദായത്തിലെ ഏറ്റവും ശക്തമായ ഫൊറോനയാണ് കൈപ്പുഴ. ആണോ? ആരാ പറഞ്ഞേ? ആണോ? രണ്ട് കാര്യങ്ങളില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്. ഒന്ന്, ജ്ഞാനായ സമുദായത്തിലെ ഏറ്റവും സ്ട്രെങ്ത് മീൻസ് ആളുകളുടെ എണ്ണം കൊണ്ട് ഏറ്റവും ശക്തം കൈപ്പുഴ ഫൊറോനയാണ്. കാര്യം ഉഴവൂർ പള്ളിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇടവക എന്ന് പറഞ്ഞാലും ഫൊറോന തലത്തിൽ, അതായത് കൈപ്പുഴ, കല്ലറ, നീണ്ടൂര്, കുറുമുള്ളൂര്, ചാമക്കാല, മാന്നാനമൊക്കെ വലിയ പള്ളിയുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. മാന്നാനം ഉണ്ട്, കൈപ്പുഴയ്ക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞേ ഏറ്റുമാനൂര് അങ്ങനെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഇടവകക്കാർ ഏറ്റവും കൂടുതലുള്ള ഫൊറോന കൈപ്പുഴയാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഇനി ആനയുടെ വലിപ്പറിയാൻ മേലാത്തതുകൊണ്ടാണോ? ആനയുടെ വലിപ്പറിയാൻ മേലാത്തതുകൊണ്ടാണോ? അല്ല. അപ്പൊ കൈപ്പുഴ ഫൊറോനയാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ആളുകളുടെ എണ്ണം കൊണ്ട്. ക്വാളിറ്റിയിൽ മോശമൊന്നുമല്ല, എന്നാലും ക്വാണ്ടിറ്റിയിൽ ജ്ഞാനായ സമുദായത്തിലെ ഏറ്റവും ശക്തമായ ഫൊറോന കൈപ്പുഴയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിപ്പോൾ പറഞ്ഞ ഒരു പക്ഷേ എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് കൈപ്പുഴ പള്ളിയിലെ പ്രസംഗത്തിൽ നിന്ന് സൂചിപ്പിച്ചതുമാണ്. കാരണം ജ്ഞാനായ സമുദായത്തിലെ ഏത് പ്രസ്ഥാനത്തിനും തുടക്കം കുറിക്കപ്പെട്ടത് കൈപ്പുഴ ഫൊറോനയിലാണ് അല്ലേ? ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് എവിടെയാ തുടങ്ങിയേ? കൈപ്പുഴ. ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ് എവിടെയാ തുടങ്ങിയേ? കൈപ്പുഴ. കോട്ടയം അതിരൂപതയിലെ ആദ്യത്തെ ആശുപത്രി ഏതാണെന്നറിയാവോ? കൈപ്പുഴ ആശുപത്രിയാ. കോട്ടയം അതിരൂപതയിലെ ആദ്യത്തെ ലൈബ്രറി ഏതാണെന്നറിയാവോ? കൈപ്പുഴ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന ലൈബ്രറിയാ. കോട്ടയം അതിരൂപതയിൽ ഒരു വിളക്കുമരമുള്ള ഏക ഫൊറോന പള്ളി ഏതാണെന്നറിയാവോ? കൈപ്പുഴയാ. ഇങ്ങനെ ഈ സമുദായത്തിലെ ഏത് പ്രസ്ഥാനങ്ങൾക്കും, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ, സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ എവിടെയാ തുടങ്ങിയേ? കൈപ്പുഴ. അസൈൽ എവിടെയാ തുടങ്ങിയേ? കൈപ്പുഴ. അതായത് ജ്ഞാനായ സമുദായത്തിലെ ഏത് പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും, എനിക്ക് KCW എവിടെയാ തുടങ്ങിയെന്ന് അറിയത്തില്ല. എവിടെയാ തുടങ്ങിയേ? കോട്ടയത്താ, കൈപ്പുഴയല്ല അല്ലേ? BCM കോളേജിലാ. അത് പിന്നെ ആ വകുപ്പാണല്ലോ. BCM കോളേജും വിമൻസ് കോളേജാണ്. അപ്പം ആ വകുപ്പിൽ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ കോട്ടയം അതിരൂപതയിലെ ജ്ഞാനായ സമുദായത്തിലെ ഏത് പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം കൈപ്പുഴയുടെ മണ്ണിലാണ്, കൈപ്പുഴ ഫൊറോനയിലാണ്. അപ്പം അവിടെ ഒരു പ്രശ്നം ഇതാ നമുക്ക് പറയാനുള്ളത്. എൻ്റെ ഉപ്പൂപ്പായിക്ക് ആനയുണ്ടായിരുന്നു. ഉപ്പൂപ്പായുടെ ചന്തയെ തഴമ്പുണ്ടെന്ന് വിചാരിച്ച് എൻ്റെ ചന്തയെ തഴമ്പുണ്ടാവുമോ? ആനപ്പുറത്ത് ഉപ്പൂപ്പ കയറിയിരുന്നു അല്ലേ? ഉപ്പൂപ്പ ആനപ്പുറത്ത് കയറിയിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വെല്ലുപ്പൻ ആനപ്പുറത്ത് കയറിയിരുന്നുണ്ട്. ആനപ്പുറത്തെ ചന്തി അല്ല, ആനപ്പുറത്തെ ചന്തിയല്ല, ആനപ്പുറത്തെ തഴമ്പ് എൻ്റെ വെല്ലുപ്പൻ്റെ ചന്തയിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചന്തയെ തപ്പി നോക്കിയാൽ തഴമ്പ് കാണുമോ? കാണിയില്ല. അപ്പം അത് കൈപ്പുഴക്കാരുടെ ഒരു പ്രശ്നം. എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു, എൻ്റെ വെല്ലുപ്പൻ്റെ ചന്തയെ തഴമ്പുണ്ട്. നമ്മുടെ ചന്തയിൽ തഴമ്പുണ്ടോ? ഇന്നെന്നാ പറയാനുള്ള കൈപ്പുഴക്കാർക്ക്? എന്നാ കുഴപ്പം? എന്നാ പറയാനുള്ളേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇതെല്ലാം ഉണ്ടല്ലേ? ഇതെല്ലാം ഉണ്ട്. യെസ്. അപ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂർ കൊണ്ട്
ഗ്രാനായി സമുദായത്തെക്കുറിച്ച് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു പവർ പോയിന്റ് സെക്ഷൻ പ്രൊജക്ടർ കൊണ്ടുവന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുടുംബ സംഗമല്ലേ, ഒരു സൗഹൃദ വേദിയാണ്. എല്ലാവരുടെയും നമുക്ക് ചില വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചാൽ പോരെ? അതല്ലേ നല്ലത്? യെസ്. കാനന ചോലയിലാടുമയ്ക്കാൻ പോരട്ടെ, പാടില്ല. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളി കാനന. പോരാ നിന്റെ കൂടെ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കോതും. നമ്മുടെ നെഞ്ചിലാകെ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തന്തന തന്തന തന്താന തന്തന തന്തന തന്താന മാനത്തു പറക്കണ ചെമ്പരുന്തേ മീനിന്നു മത്തി. തീർന്നോ? മത്തി എന്തിയേ? അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ. അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ. ഒരു നല്ല കോളുതാ കടലമ്മേ, ഒരു നല്ല. പണ്ടൊരു മുക്കുവൻ മുക്കിനു പോയി പടിഞ്ഞാറൻ കാറ്റത്ത്. അവനെ കാടേലമ്മ കൊണ്ടുപോയി. കാടേലമ്മ കൊണ്ടുപോയി. അരയൻ തോണിയിൽ പോയാലും അവന് കാവലു നീ വേണം. ഹോയ് ഹോയ് പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ തന്തന തന്തന തന്താന. മതി 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 മതി. യെസ് യെസ്. അതറിയോ, സാധാരണ നമ്മൾ KC വേലുകാരുടെ അടുത്ത് പോയാൽ ഇതുമായിട്ട് പോയ സംഗതി ഓടിയല്ല. ഞാൻ പുറകെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ പാട്ടുകളാ ഇവിടെ ഓടണ്ടേ. അതുകൊണ്ട് ചുമ്മാ ഒന്ന് പാടിയതാ കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയില്ലേ? മടുപ്പ് മാറിയോ? ഇനി ഏതെങ്കിലും ആസനം വേണോ? വേണ്ട. യെസ്. അപ്പോൾ ജ്ഞാനായ സമുദായത്തെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത്. അച്ഛൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അച്ഛൻ പറയുന്നത് ശരിയല്ല ഇങ്ങനെയും കൂടെ ഇല്ലേ, അങ്ങനെ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അന്നേരം ഒന്ന് കൈ ഉയർത്തിക്കൂ. നമുക്ക് ചുമ്മാ ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി. ഓക്കെ. അപ്പം 6:10 6:45 ഞാൻ അവസാനിപ്പിച്ചോളാം. അപ്പോൾ 2 സെക്ഷനായിട്ട് നമുക്കതിന് തിരിക്കാവേ. ഒന്ന്, അവസാനത്തെ സെക്ഷൻ ജ്ഞാനായി സമുദായത്തിൻ്റെ ഒരു റെലവൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജ്ഞാനായി സമുദായത്തിൻ്റെ ഒരു പ്രസക്തി, നമ്മുടെ സമുദായം നേരിടുന്ന ചലഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു പോകാം. തുടക്കത്തിൽ നിലവിലുള്ള നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ദൈവശാസ്ത്ര വശം, അതിൻ്റെ ആരാധനാക്രമം, അതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സംസാരിച്ചു പോകാം. ഓക്കെ. യെസ്. ജ്ഞാനായക്കാരെ വിളിക്കുന്ന പേരുകൾ എന്നാക്കിയ ആദ്യമേ പറയൂ, ചാരം കെട്ടി. കൊള്ളാം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ല മതിപ്പാ. ഓക്കെ, ചാരം കെട്ടികളെന്ന് വിളിക്കും അല്ലേ? വിളിക്കാറില്ലേ? അല്ലേ?
ചാരം കെട്ടി. ബാക്കി ഇങ്ങനെ ഉണ്ട്. CKP, CK ചാരം കെട്ടിയ. പി എന്നാ? ചാരം കെട്ടി പോയവര്. പിന്നെ ചാരം കെട്ടി പാർട്ടീസ്. ഇനി പറയാൻ പറ്റാത്ത പിയും ഉണ്ട് ഇല്ലേ? പറയാൻ പറ്റാത്ത പിയും ഉണ്ട്. നമുക്ക് അതവിടെ ഇരിക്കട്ടെ. എനിവേ ചാരം കെട്ടി, ബാക്കി ഡാഷ് 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 എന്നേലും ആയിക്കോട്ടെ. ചാരം കെട്ടി. അടുത്ത പേര് തെക്കും ഭാഗർ. ഓക്കെ, ദെൻ തെക്കും ഭാഗർ. വേറെ വല്ല പേരുണ്ടോ? എന്നാ? അളിയൻസ്. അതൊക്കെ നമ്മളൊരു ന്യൂജൻ ഭാഷയെ വിളിക്കുന്ന പേരുകളാണല്ലോ അല്ലേ? അളിയൻസ്. വേറെ ഉണ്ടോ? അച്ചായൻസ്. അത് വേണ്ട, എനിക്കിനി അങ്ങനത്തെ സാധനങ്ങൾ വേണ്ട. അച്ചായൻസ്, അളിയൻസ്, ചങ്സ്, ബ്രോസ്. AD 345. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കും. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കും. ഓക്കെ, യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാറുണ്ട്. ജൂവിഷ് ക്രിസ്ത്യൻസ് വിളിക്കാറുണ്ടോ? നമ്മൾ യഹൂദ ക്രിസ്ത്യാനികളാണോ? ജൂവിഷ് ക്രിസ്ത്യൻസ് ഉണ്ട്. യെസ്. അപ്പൊ ജ്ഞാനായക്കാരെന്ന് വിളിക്കും. ജൂവിഷ് ക്രിസ്ത്യൻസ്, യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കും. തെക്കും ഭാഗർ എന്ന് വിളിക്കും. സുറിയാനിക്കാരെന്ന് വിളിക്കും. അപ്പൊ ഈ 4 പേരുകൾ ജ്ഞാനായക്കാർക്ക് പൊതുവെ, പ്ലസ് 5ാമത് നമ്മുടെ ആദ്യം പറഞ്ഞ പേര് ചാരം കെട്ടി അല്ലേ? യെസ്. നമുക്ക് ആ ചാരം കെട്ടി തന്നെ തുടങ്ങിയേക്കാം. ജ്ഞാനായക്കാര് AD 345 കൊടുങ്ങല്ലൂരോട്ട് കുടിയേറുന്നു. അതാണല്ലോ നമ്മൾ ചരിത്രം പഠിക്കുന്നതും നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതാണല്ലോ നമ്മുടെയൊക്കെ വണ്ടിയിലെ സ്റ്റിക്കർ. AD 345 അല്ലേ? മെത്രാപ്പോലീത്താട് ഉൾപ്പെടെ എല്ലാ ജ്ഞാനായ വണ്ടികളിലെയും മാക്സിമം ലഭിക്കാവുന്ന നമ്പറൊക്കെ നമ്മൾ അങ്ങനെ വെക്കും. അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കും. AD 345. AD 345 കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ ക്നായി തോമായും ഉറഹാമാർ യൂസേപ്പും 4 വൈദികര്, ഷമ്മാശന്മാര്, 7 ഇല്ലത്തിലും 72 കുടുംബത്തിലും പെട്ട 400ഓളം ആളുകൾ AD 345 കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറുന്നു. അന്നത്തെ കൊടുങ്ങല്ലൂരത്തെ തുറമുഖത്തിന്റെ പേര് പറയാമോ ആർക്കെങ്കിലും? മുസിരിയൂസ് തുറമുഖം. വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തുറമുഖമാണ് മുസിരിയൂസ് തുറമുഖം. മുസിരിയൂസ് തുറമുഖത്തേക്ക് വന്നിറങ്ങുന്നു. അന്ന് കൊടുങ്ങല്ലൂർ രാജ്യം ഭരിച്ചിരുന്ന നാട്ടുരാജാവിന്റെ പേര് ചേരമാൻ പെരുമാൾ. കൈപ്പുഴക്കാര് മോശക്കാരല്ല. സൂപ്പർ, ഒന്ന് കൈയടിച്ചേ. സൂപ്പർ. ചേരമാൻ പെരുമാൾ. ഈ ചേരമാൻ പെരുമാളിന്റെ കൊടുങ്ങല്ലൂർ രാജ്യത്തേക്ക്, മുസിരിയൂസ് തുറമുഖത്തേക്ക് ജ്ഞാനായ കൂട്ടരും ജ്ഞായി തോമായും കൂട്ടരും വന്നിറങ്ങുവാണ്. കപ്പൽ വന്നിറങ്ങി ചേരമാൻ പെരുമാൾ ഇവരെ സ്വീകരിച്ചു. അവിടെ ഒരു പട്ടണം ജ്ഞായി തോമായുടെ നേതൃത്വത്തിൽ പണിയുവാൻ. ഈ ചേരമാൻ പെരുമാളിന്റെ മുസിരിയൂസ് എന്ന് പറയുന്ന തുറമുഖത്തോട് ചേർന്ന് ജ്ഞായി തോമായുടെ നേതൃത്വത്തിൽ ഒരു പട്ടണം പണിതു. പട്ടണത്തിന്റെ പേര് പറയാവോ? മഹാദേവർ പട്ടണം. പട്ടണത്തിന്റെ പേര് മഹാദേവർ പട്ടണം. ഈ മഹാദേവർ പട്ടണത്തില് ജ്ഞായി തോമായുടെ നേതൃത്വത്തിൽ 3 പള്ളികൾ പണിയുവാൻ. 3 പള്ളികൾ പണിയുന്നു. ഒന്നാമത്തേത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരില്, രണ്ടാമത്തേത് തോമാശ്ലീഹായുടെ പേരില്, മൂന്നാമത്തേത് വേദസാക്ഷിയായ വിശുദ്ധ കുര്യാക്കോസിന്റെ പേരിൽ. 3 പള്ളികൾ. ആരുടെയൊക്കെ പേരില? പരിശുദ്ധ അമ്മയുടെ പേരില്, തോമാശ്ലീഹായുടെ പേരില്, കുര്യാക്കോസിന്റെ പേരിൽ. ഇതിന് 3 കാരണങ്ങളുണ്ട്. മാതാവ്, ദൈവമാതാവ്, നമ്മുടെ എല്ലാവരുടെയും അമ്മ, ഈശോയുടെ അമ്മ, ഏറ്റവും ഉന്നതമായ വണക്കം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആദ്യത്തെ പള്ളി മാതാവിൻ്റെ പേരിൽ. രണ്ടാമത്തെ ഒരു തോമാശ്ലീഹായുടെ പേരിൽ. കാരണം ഭാരതത്തിൽ വിശ്വാസം കൊടുക്കാനായിട്ട് വന്ന ഈശോയുടെ അപ്പസ്തോലൻ, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ പിതാവ്, ഭാരത സഭയുടെ സ്ഥാപകൻ, ഈശോയുടെ അപ്പസ്തോലൻ എന്നൊക്കെ നിലയിൽ രണ്ടാമത്തെ പള്ളി ആരുടെ പേരിൽ? തോമാശ്ലീഹായുടെ പേരിൽ. മൂന്നാമത്തെ പള്ളി വിശുദ്ധ കുര്യാക്കോസിന്റെ പേരിൽ. ഈ കുര്യാക്കോസ് ആരാ? ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണോ? അല്ല. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പേര് സ്വീകരിച്ചത് ഏത് കുര്യാക്കോസിന്റെയാ? ഈ പറഞ്ഞ കുര്യാക്കോസിന്റെയാ. ഏത്? കുഞ്ഞു കുര്യാക്കോസ്, അല്ലെങ്കിൽ തലൈ കുര്യാക്കോസ് എന്നൊക്കെ പറയും. നമ്മുടെ കുന്നശ്ശേരി പിതാവ് കുര്യാക്കോസിന്റെ പേരുകാരനാണ്. അപ്പം അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ രൂപതയിലെ കുര്യാക്കോസ് പുണ്യാളുടെ പേരിൽ 2-3 പള്ളികളൊക്കെ വന്നു. എവിടെയാ ഉള്ളേ? കൈപ്പഴ ഫോറോനയിലുണ്ടോ കുര്യാക്കോസ് പുണ്യാളുടെ പേര് പള്ളിയുണ്ടോ? ഉണ്ടോ? ഇല്ല. എവിടെയാ ഉള്ളേ? ഇവിടെ പാഴുത്തുരുത്ത് പള്ളി, സെന്റ് കുര്യാക്കോസ് SKPS സ്കൂളൊക്കെ ഇല്ലേ പാഴുത്തുരുത്ത്. എറണാകുളം സെന്റ് കുര്യാക്കോസ് പള്ളി. നമ്മുടെ രൂപതയിൽ ഇത് 2 ഉള്ളൂ. ഈ കുര്യാക്കോസ് പുണ്യാളിനോട് കൂടുതൽ ഭക്തി കാണിക്കുന്ന യാക്കോബായക്കാരാണ്. ഇപ്പം യാക്കോബായ സഭയിൽ ഈ കുഞ്ഞു കുര്യാക്കോസിൻ്റെ പള്ളികൾ ഒരുപാടുണ്ട്. കുര്യാക്കോസിൻ്റെ പേരിലുള്ള പള്ളിയും
കുര്യാക്കോസിൻ്റെ പെരുന്നാളും കുര്യാക്കോസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ വളരെ ആഘോഷമായിട്ടാണ് യാക്കോബായ സഭയിൽ നടക്കുന്നത്. തലൈ കുര്യാക്കോസ്, കുഞ്ഞു കുര്യാക്കോസ് എന്നൊക്കെ. ഇനി നമ്മളുമായിട്ടുള്ള ബന്ധം എന്നാന്ന് ചോദിച്ചെന്നാൽ AD 345 ക്നാനായ കുടിയേറ്റം നടക്കുന്നത്. അതേ സമയത്താണ് പേർഷ്യയിൽ മതമർദ്ദനം ഉണ്ടാവുകയും ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളായിരുന്നവരെ നിരന്തരമായിട്ട് പീഡിപ്പിച്ച് കൊന്നുകളയുകയും ചെയ്യുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നു ജൂലിയറ്റായും 3.5 വയസ്സുള്ള മകൻ കുര്യാക്കോസും. അമ്മ ജൂലിയറ്റ, മകൻ കുര്യാക്കോസ്. അപ്പോൾ ഈ ജൂലിയറ്റായും കുര്യാക്കോസിനെയും ഡയോക്ലീഷ്യൻ ചക്രവർത്തി പിടിച്ചുകൊണ്ട് വരുക കൊന്നുകളയാനായിട്ട്, മതമർദ്ദനം മൂലം. കാരണം ഇവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ജൂലിയറ്റായെയും കുര്യാക്കോസിനെയും കൂടെയുള്ളവരെയും പിടിച്ചുകൊണ്ട് വരുന്നു. ജൂലിയറ്റായെ തട്ടിക്കളയുക, കൊന്നുകളഞ്ഞു. ഈ കുര്യാക്കോസ് നല്ല മിടുമിടുക്കൻ, തക്കുടുമുണ്ടൻ, സൂപ്പർ കൊച്ചു പയ്യൻ, 3.5 വയസ്സ്, മിടുമിടുക്കൻ. അപ്പോൾ ഈ കുര്യാക്കോസിനോട് ഈ രാജാവിന് പ്രത്യേകമായിട്ടൊരു സ്നേഹം തോന്നിയത് കൊണ്ട് കുര്യാക്കോസിനെ കൊന്നില്ല. കുര്യാക്കോസിനെ രാജാവ് എടുത്ത് മടി പിടിച്ചിരുത്തി. ഈ മടി പിടിച്ചിരുത്തി കഴിഞ്ഞപ്പോൾ മടിയിലിരുന്നുകൊണ്ട് കുര്യാക്കോസ്, 3.5 വയസ്സുള്ള കുഞ്ഞു കുര്യാക്കോ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന്. നമുക്ക് അത്ഭുതം തോന്നും. 3.5 വയസ്സുള്ളൊരു കൊച്ച് രാജാവിൻ്റെ മടിയിലിരുന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. കാരണം എന്നാ? അവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം, അവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം. അപ്പം ഈ മടിയിലിരുന്നുകൊണ്ട്, അതായത് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നുകളയോ ഡയോക്ലീഷ്യൻ ചക്രവർത്തി, അത്രയ്ക്ക് ദേഷ്യം ക്രിസ്ത്യാനികളോടുള്ളപ്പം ഈ രാജാവിൻ്റെ മടിയിലിരുന്നുകൊണ്ട് കുര്യാക്കോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. ചക്രവർത്തി എന്നാ ചെയ്തു? ഓറയിലിരുന്ന വാളെടുത്ത് മടി വെച്ച് കുഞ്ഞു കുര്യാക്കോസിൻ്റെ കഴുത്ത് കണ്ടിച്ചു. അങ്ങനെ അമ്മയും മകനും ഒരുമിച്ച് രക്തസാക്ഷികളാവുകയാണ്. അമ്മ ജൂലിയറ്റായും മകൻ കുര്യാക്കോസും. ഇതേ സമയത്താണ് ക്നാനായ കുടിയേറ്റം ഈ പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരിലേക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുടിയേറ്റം നടത്തിയ സമയത്ത് വിശുദ്ധരായ 2 വ്യക്തികൾ, ജൂലിയറ്റായും മകൻ കുര്യാക്കോസും. നമുക്കിപ്പോൾ നമ്മുടെ അൽഫോൻസാമയോട് ഇച്ചിരി സ്നേഹം കൂടുതലില്ലേ? കാരണം എന്നാ? നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ ഈ സംസ്കാരത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ, നമ്മുടെ സമയത്ത് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളെന്നതിന് അൽഫോൻസാമയോട് സ്നേഹം തോന്നുന്നത് പോലെ നമ്മുടെ കാരണവന്മാർ അവിടുന്ന് കുടിയേറി പോരുന്ന സമയത്ത് രക്തസാക്ഷിത്വം വരിച്ച് പിന്നീട് വിശുദ്ധരായി മാറിയ ജൂലിയറ്റായും കുര്യാക്കോസും. ആ കുര്യാക്കോസ് പുണ്യാളന്റെ പേരിലാണ് കൊടുങ്ങല്ലൂർ പട്ടണത്തിലെ മഹാദേവർ പട്ടണത്തിലെ 3ാമത്തെ പള്ളി പണിയുന്നത്. ഇപ്പോൾ നമ്മുടെ രൂപതയിലല്ലാത്ത മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ പറയും, ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന പുണ്യാളന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അത് കുന്നശ്ശേരി പിതാവ് മെത്രാനായിരുന്ന സമയത്ത് പിതാവിൻ്റെ പേര് അങ്ങ് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു പുണ്യാളനാണ്. പച്ച നുണയാണ്. കാരണം ഇന്നും നമ്മുടെ സീറോ മലബാർ സഭയുടെ പട്ടക്രമ ശുശ്രൂഷയുടെ അവസാനത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇപ്പോഴും വേദസാക്ഷിയായ വിശുദ്ധ കുര്യാക്കോസിന്റെ മാധ്യസ്ഥം ഈ വൈദികന്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പൗരോഹിത്യ പട്ടക്രമത്തിന്റെ അവസാനത്തെ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. ഈ കുന്നശ്ശേരി പിതാവ് പൊക്കിക്കൊണ്ട് വന്നതാണെങ്കിൽ പണ്ടുകാലം മുതലേയുള്ള സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട ആരാധനാക്രമത്തിൽ ഇന്ന് അച്ഛന്മാരുടെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ അവസാനത്തെ കൈവെപ്പ് പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ വേദസാക്ഷിയായ വിശുദ്ധ കുര്യാക്കോസ് പുണ്യാളന്റെ മാധ്യസ്ഥം ഈ വൈദികാർത്തിയുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മെത്രാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുര്യാക്കോസ് പുണ്യാളൻ കുന്നശ്ശേരി പിതാവ് പൊക്കി എടുത്തുകൊണ്ട് വന്ന പുണ്യാളനൊന്നും അല്ല. പക്ഷേ ടിപ്പിക്കലി ഒരു ക്നാനായ ജൂവിഷ് ട്രഡീഷൻ ലീനേജിൽപ്പെട്ട സെയിൻ്റ് ആയതുകൊണ്ടാണ് കുര്യാക്കോസ്. നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ലീനേജ്, നമ്മുടെ പേരുകളുടെ പ്രസക്തി ഒന്ന് ശ്രദ്ധിച്ചു. നമുക്കാർക്കെങ്കിലും എവിടെയെങ്കിലും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പേരുണ്ടോ? ഉണ്ടോ? വളരെ കുറവാ. നമുക്കെവിടെയെങ്കിലും വറീലുണ്ടോ? അന്തോണി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കുള്ളത് എന്നാ? സ്റ്റീഫൻ, മാത്യു, ജോസഫ്, കുര്യാക്കോസ്, തോമസ്. ജൂവിഷ് പേരുകളാ. നമുക്കെവിടെയെങ്കിലും ആന്റണി ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാ? നാഗമ്പടത്ത് അന്തോണീസ് പുണ്യാളോട് നേർച്ച നേർന്നുണ്ടായ കൊച്ചാന്നും പറഞ്ഞുകൊണ്ട് അന്തോണീസ് പുണ്യാളിന്റെ പേരിട്ട് ഇപ്പൊ പേര് വരുന്നുണ്ട്. ഏത്? നാഗമ്പടത്ത് പോയിട്ട് നൊവേനയിലിട്ട് പൂവിട്ടിട്ടുണ്ടായ കൊച്ച എന്ന് പറഞ്ഞുകൊണ്ട് അന്തോണീസ് പുണ്യാളിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആന്റണി. നമുക്ക് നമ്മുടെ ട്രഡീഷനിൽ നമ്മുടെ പേരെന്തൊക്കെയാ? കുര്യാക്കോസ്, സിറിയക്, മത്തായി, മാത്യു, ജോസഫ്, സ്റ്റീഫൻ. ഏത്? യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട പേരുകൾ മാത്രമേ ഉള്ളൂ. പൗലോസ് നമുക്കുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? പൗലോസ് ഇല്ല. കാരണം എന്നാ?
പൗലോസ്ലീഹായാണ് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ, അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലൊക്കെ വിജാതീയരെയും കൂടി മാമോദീസ മുക്കണം, ക്രിസ്ത്യാനിയാക്കണം എന്ന് പറഞ്ഞ് പത്രോസ്ലീഹായോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചത് ആരാ? പൗലോസാ. നമുക്ക് എവിടെയെങ്കിലും പൗലോസിന്റെ പേരുണ്ടോ? ഇല്ല. നമ്മുടെ പാരമ്പര്യത്തിൽ ജൂവിഷ് ട്രഡീഷനിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പേരുകൾ മാത്രമേ നമ്മുടെ ട്രഡീഷനിലുള്ളൂ. പിന്നെ ഈ പറഞ്ഞ യൂദാശ്രീഹായിക്ക് അടിമ വെച്ചുണ്ടായ കൊച്ച, അന്തോനീസ് പുണ്യാളിന് അടിമ വെച്ചുണ്ടായ കൊച്ച എന്ന് പറഞ്ഞുകൊണ്ട് മാമോദീസ മുക്കുമ്പോൾ വല്യപ്പൻ്റെ പേര് ഇടാതെ പുണ്യാളന്മാരുടെ പേര് ഇട്ട് വരുമ്പോൾ വരുന്ന പേരാണ് ഈ പറഞ്ഞ അന്തോണിയും സെബാസ്റ്റ്യനും വറീദും ഇട്ടി, പിന്നെ എന്നാ അങ്ങനത്തെ പേരുകളൊക്കെ വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ പറഞ്ഞു വന്നത് കുര്യാക്കോസ്. അപ്പോൾ കുര്യാക്കോസ് പുണ്യാളിൻ്റെ പേരിൽ അങ്ങനെ 3 പള്ളികൾ പണിതു മഹാദേവർ പട്ടണത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേരമാൻ പെരുമാൾ രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ, നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ അല്ലേ? നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. അപ്പോൾ കോഴിക്കോട് സാമൂതിരിയും ഈ പറഞ്ഞ ചേരമാൻ പെരുമാളും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. നിർഭാഗ്യവശാൽ കോഴിക്കോട് സാമൂതിരിയുടെ പറങ്കികൾ വന്ന് കൊടുങ്ങല്ലൂർ രാജ്യം കീഴടക്കുന്നു. ചേരമാൻ പെരുമാൾ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. ഈ വന്ന ജ്ഞാനായക്കാർക്ക് കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ, മഹാദേവർ പട്ടണത്തിൽ നിലനിൽപ്പില്ല. ഈ പറങ്കികൾ വന്ന് മഹാദേവർ പട്ടണം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു, മുഴുവൻ നശിപ്പിച്ചു. നമ്മളുണ്ടാക്കിയ പള്ളികൾ, നമ്മളുണ്ടാക്കിയ വീടുകൾ, നമ്മൾ കെട്ടിയ ചുറ്റുമതിൽ മുഴുവൻ ഈ കോഴിക്കോട് സാമൂതിരിയുടെ പറങ്കികൾ വന്ന് മുഴുവൻ നശിപ്പിച്ചു കളയുന്നു. കൊടുങ്ങല്ലൂർ രാജ്യത്ത് ജ്ഞാനായക്കാർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജ്ഞാനായക്കാർ പുറപ്പെടുക 5 സ്ഥലങ്ങളിലേക്കും പ്ലസ് പാതി അവകാശമുള്ള സ്ഥലങ്ങളിലേക്കുമായിട്ട് പുറപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ നിന്ന്. അങ്ങനെ ജ്ഞാനായക്കാർക്ക് പുതിയൊരു പേരൂടെ വീണു, അഞ്ചരപ്പള്ളിക്കാർ. എന്താണ്? അഞ്ചരപ്പള്ളിക്കാർ. ഏതൊക്കെയാ ഈ അഞ്ചരപ്പള്ളികൾ? 5 പള്ളികൾ ഏതൊക്കെയാന്ന് പറയാവോ? ഉദയംപേരൂർ ഇന്ന് നമ്മുടെ കയ്യിലാണോ? അത് അല്ല. ഉദയംപേരൂർ സൂനഹദോസ് നടന്ന ഉദയംപേരൂർ സൂനഹദോസ് പള്ളി ജ്ഞാനായക്കാരുടെ പള്ളിയായിരുന്നു. ഇന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷേ ഈ ഉദയംപേരൂർ സൂനഹദോസ് നടന്ന സൂനഹദോസ് പള്ളി ജ്ഞാനായക്കാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പണിത ആദ്യത്തെ പള്ളികളിലൊന്നാ. അപ്പം ഉദയംപേരൂര്, പിന്നെ കടുത്തുരുത്തി, ചുങ്കം, കല്ലിശ്ശേരി. ഒന്നൂടെ കല്ലിശ്ശേരി. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കല്ലിശ്ശേരി പള്ളി അല്ല കേട്ടോ, ജ്ഞാനായ യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്ന ജ്ഞാനായക്കാരുടെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന കല്ലിശ്ശേരി വലിയ പള്ളിയാട്ടോ. ഇപ്പം കല്ലിശ്ശേരി പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കല്ലിശ്ശേരി പള്ളിയല്ല, കല്ലിശ്ശേരി വലിയ പള്ളി ജ്ഞാനായ യാക്കോബായക്കാരുടെ ഇരിക്കുന്നത്. ഒന്നുകൂടെയുണ്ട്. കോട്ടയം ഏതാണെന്നറിയോ? കോട്ടയം വലിയ പള്ളി ജ്ഞാനായ യാക്കോബായക്കാരുടെ ഇരിക്കുന്നത്, നമ്മുടെ എടക്കാട്ട് പള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന പള്ളി, കോട്ടയം വലിയ പള്ളി. അങ്ങനെ 5 പള്ളികളും പ്ലസ് അരപ്പള്ളികൾ എന്ന് വെച്ചാൽ അവിടെ ജ്ഞാനായക്കാർക്കും അല്ലെങ്കിൽ തെക്കും ഭാഗർക്കും വടക്കും ഭാഗർക്കും ഒരേപോലെ അവകാശമുള്ള പള്ളികളുണ്ടായിരുന്നു. 3 കൈക്കാരന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കൈക്കാരന്മാർ തെക്കും ഭാഗത്തു നിന്നായിരിക്കും, 1 കൈക്കാരൻ വടക്കും ഭാഗത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിക്കും. 2 പേര് വടക്കും ഭാഗത്തു നിന്നാണെങ്കിൽ 1 തെക്കും ഭാഗത്തു നിന്ന്. അങ്ങനെ പപ്പാതി അവകാശങ്ങളുള്ള കുറേ പള്ളികളുണ്ടായിരുന്നു. ചെറുകരപ്പള്ളി, ചേർപ്പങ്കപ്പള്ളി, പുന്നത്തറപ്പള്ളി, പിറവം പള്ളി, അങ്ങനെ അതിരമ്പുഴ പള്ളിയിലെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പള്ളി കൈപ്പുഴ ഇടവക്കാരത്തി ജ്ഞാനായക്കാരി അമ്മച്ചി പണിത് കൊടുത്ത പള്ളിയാണ്. എന്നാ വീട്ടുവരണ പൂരത്തിൽ അമ്മച്ചി പണിത് കൊടുത്ത പള്ളിയാ നമ്മുടെ അതിരമ്പുഴ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വലിയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഇരിപ്പില്ലേ, നമ്മുടെ അമ്മച്ചിമാർ പണിത് കൊടുത്ത പള്ളിയാണ്. അങ്ങനെ പപ്പാതി അവകാശം ഉണ്ടായിരുന്ന പല പള്ളികളും ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 5 പള്ളിക്കാരെന്ന് ജ്ഞാനായക്കാരെ വിളിച്ച്. അപ്പോൾ ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിലേക്ക് പോന്നപ്പോൾ ജ്ഞാനായക്കാരെന്നാ ചെയ്തേ? കൈ കെട്ടിയത് മുഴുവൻ കെട്ടിപ്പെറുക്കിക്കൊണ്ടാ പോകുന്നേ. ആട്ടുകല്ല്, ഒലക്ക, മുറം, പിന്നെ എന്നാ എടുക്കണം? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നാക്കി അമ്മച്ചി എടുക്കണേ? അമ്മച്ചിക്ക് നാണം വരുവാ. ഞാൻ വേറെയൊന്നും അല്ല ചോദിച്ചത്, വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്നാക്കി എടുക്കണമെന്നല്ലേ? ചട്ടിയും കലവും എടുക്കാൻ പറ്റുന്ന ഒക്കെ എടുത്തു. കഷത്തിലും തലയിലും തോളത്തും എടുക്കാൻ പറ്റുന്ന ഒക്കെ എടുത്തു. ഇനി വേറെ ഒരു സ്ഥലവും ഇല്ല എടുക്കാനായിട്ട്. നമ്മുടെ അമ്മച്ചിമാരെന്നാ ചെയ്തേ? നമ്മുടെ അമ്മച്ചിമാരുടെ വസ്ത്രധാരണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല അടുക്കിട്ട മുണ്ട ഉടുക്കണേ,
വാല് പോലെ പുറകെ തൂങ്ങിക്കിടക്കും. ചട്ടയും മുണ്ട് കൊടുത്ത അമ്മച്ചിമാർ ആരും ഇവിടെ ഇരിപ്പില്ല അല്ലേ, ഒരാൾ പോലും ഇല്ല. ചട്ടയും മുണ്ടൊക്കെ കൊടുക്കേണ്ട പ്രായമായി, എന്നാലും നല്ല മിടുക്കിയായിട്ട് നല്ല ബ്ലൗസ് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് വന്നിരിക്കണേ. യെസ്. അപ്പോൾ നല്ല അടുക്കിട്ട നല്ല മുണ്ട്, ചട്ടയും മുണ്ട് കൊടുക്കും. നമ്മുടെ അമ്മച്ചിമാരുടെ വസ്ത്രധാരണത്തിൽ പോലും ഈ ചട്ടയും മുണ്ടിൽ പോലും തെക്കും പാവരും വടക്കും പാവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ചട്ടയും മുണ്ടിനെയും പ്രത്യേകത എന്നാ? പട്ടുപുടവ പണിച്ചട്ട വേണമെന്ന് മണവാളൻ അല്ലേ. മറ്റവരുടെ അമ്മച്ചിമാരുടെ ചട്ട വളരെ പ്ലെയിൻ ആയിട്ടുള്ള ചട്ടയാണ്. നമ്മുടെ അമ്മച്ചിമാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാർഗംകളി പെൺപിള്ളേരിടുന്ന ചട്ടയില്ലേ, അത്തരത്തിലുള്ള ചട്ടയാണ് നമ്മുടെ അമ്മച്ചിമാർ ആദ്യം ഉപയോഗിച്ചിരുന്ന ജ്ഞാനായക്കാർ അമ്മച്ചിമാരുടെ ചട്ടയും മുണ്ടും. കുണുക്കി പോലും വ്യത്യാസമുണ്ട്, കുണുക്കി വ്യത്യാസമുണ്ട്. ഈ വടക്കന്മാർ അമ്മച്ചിമാരുടെ കുണുക്ക് എങ്ങനെയാ? വലിയ തോട പോലെ തൂങ്ങി കിടക്കും, പക്ഷെ അതിനകത്തൊന്നും ഇല്ല, പൊള്ളയാ, അകം പൊള്ളയാ. ജ്ഞാനായക്കാർ അമ്മച്ചിമാരുടെ കുണുക്കോ നല്ല കട്ടിയില് ചെറിയ വട്ടത്തിൽ ചെവി തൂങ്ങി കിടക്കും. കുണുക്കിട്ട് അമ്മച്ചിമാരെ ഒന്നും കാണാൻ കൊതിയാകുന്നല്ലോ. അടുത്ത പ്രാവശ്യം ആട്ടെ. യെസ്. ഏത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ മേടിച്ചിട്ട് വരുന്ന കുണുക്കല്ല. അപ്പൊ കുണുക്കി പോലും വ്യത്യാസമുണ്ട് നമ്മുടെ അമ്മച്ചിമാരുടെ വസ്ത്രധാരണത്തിലും. യെസ്. അപ്പൊ നമ്മുടെ ഈ അമ്മച്ചിമാര് പുറകിൽ ഈ വിശറി പോലെ അടുക്കിട്ട മുണ്ടെടുത്ത് നല്ല, അതാണല്ലോ നമ്മുടെ വസ്ത്രധാരണം. വേറെ എങ്ങും സ്പേസ് ഇല്ല, വേറെ ഒരിടത്ത് സ്ഥലമില്ല, അവശേഷിക്കുന്ന അവിടെ മാത്ര. എന്നാ ചെയ്തേ? നമ്മുടെ പള്ളികൾ 3 കത്തിച്ച് കളഞ്ഞില്ലേ, ആ 3 പള്ളികൾ കത്തിച്ച് കളഞ്ഞതിൻ്റെ കുറച്ച് ചാരം കൂടി ഈ തുണുത്തുമ്പിൽ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടാണ് നമ്മുടെ അമ്മച്ചിമാർ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുന്നത്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, ദാണ്ട പോകുന്നു ചാരം കെട്ടികൾ പോകുന്നു, ദാണ്ട പോകുന്നു ചാരം കെട്ടികൾ പോകുന്നു. നാണക്കേട് വല്ലതും വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അന്തസ്സോടെ പറയണം, അഭിമാനത്തോടെ പറയണം, ഞാൻ ചാരം കെട്ടി ആടാ, നിനക്ക് എന്നാ വേണ്ടേ ചോദിക്കാൻ പറ്റണം. എന്നാ? വേറെ ഒന്നും അല്ല, നമ്മുടെ കാരണവന്മാര് ആദ്യമായി ഈ മണ്ണി കാലുകുട്ടിയതിനു ശേഷം കഷ്ടപ്പെട്ട് വയർപ്പൊഴുക്കി അവരുടെ വയർപ്പും കണ്ണുനീരും ചേർത്ത് കുഴച്ചുണ്ടാക്കിയ നമ്മുടെ ആദ്യത്തെ 3 ദേവാലയങ്ങൾ കത്തിക്കരിഞ്ഞപ്പോ ആ ദേവാലയത്തിന്റെ അവശിഷ്ടത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മച്ചിമാര് ഈ തുണുത്തുമ്പില് ചാരവും കെട്ടിപ്പൊതിഞ്ഞ് ഈ പറഞ്ഞ 5 സ്ഥലങ്ങളിലേക്ക് പോരുമ്പോ നമുക്ക് എന്തിനാ നാണക്കേട് വിചാരിക്കുന്നേ? ഞാൻ ചാരം കെട്ടിയാടാ, ഞാൻ ചാരം കെട്ടിയാ. എന്റെ കാരണവന്മാര് പണിതുയർത്തിയ പള്ളി കത്തിക്കരിഞ്ഞതിന് നമ്മുടെ ഏത് സിനിമയ്ക്കകത്താ, ലേലത്തിനകത്താണോ നമ്മുടെ സോമൻ പറയണേ, നേരാ തിരുമേനി സ്മരണ വേണം, സ്മരണ. നമ്മുടെ കാരണവന്മാര് നമ്മുടെ ഈ മണ്ണിൽ ആദ്യമായിട്ട് പണിതുയർത്തിയ ദേവാലയം കത്തിക്കരിഞ്ഞതിന്റെ സ്മരണ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആകപ്പാടെ കിട്ടിയ കുറച്ച് ചാരം തുണ്ടി കെട്ടിപ്പറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോന്നപ്പോ വടക്കമ്പാവര് വിളിച്ചു, താണ്ട പോകുന്നു ചാരം കെട്ടികൾ. അഭിമാനത്തോടെ പറയണം, ഞാൻ ചാരം കെട്ടിയാ, ഞാൻ ചാരം കെട്ടിയാ. ഇനി ആ ചാരം കെട്ടി അതവൻ്റെ ഇഷ്ടം പോലെ എന്നാന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. നമുക്ക് സ്വത്വബോധം വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്തുകൊണ്ടാ നമ്മളെ ചാരം കെട്ടിയെന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ചാരം കെട്ടികളാണോ? അതെ. എന്തുപോലെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ചാരം കെട്ടികൾ നമ്മൾ ആദ്യം ഈ അമ്മച്ചിയല്ലേ പറഞ്ഞേ, അല്ല ആരാ പറഞ്ഞ ചാരം കെട്ടി, ചാരം കെട്ടി. എന്തുകൊണ്ടാണ് നമ്മുടെ ചാരം കെട്ടികൾ എന്ന് വിളിക്കുന്നത്? ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത്തെ ഒരു പേര് തെക്കും ഭാഗർ. ഈ ജ്ഞാനായക്കാരെന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അതിനു മുമ്പ് നമ്മുടെയൊക്കെ കാരണവന്മാർക്ക് ആർക്കെങ്കിലും ജ്ഞാനായക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാരണവന്മാർ ആകെപ്പാട് 2 വാക്ക് ഉപയോഗിക്കുള്ളൂ, ഞാൻ തെക്കും ഭാവന, നീ വടക്കും ഭാവന. ഈ ജ്ഞാനായക്കാരെന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ജ്ഞാനായ യാക്കോബായക്കാരാണ്. അതൊരു കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വരെ നമ്മൾ തെക്കും ഭാവരും അവർ വടക്കും ഭാവരും അല്ലേ. ഈ നമ്മുടെ പള്ളിയുടെ കൊടുവത്താനം പള്ളി അല്ലേ, കൊടുവത്താനം പള്ളി തെക്കുംപാവരുടെ പള്ളിയും രത്നഗിരി പള്ളി വടക്കമ്പാവരുടെ പള്ളി, അതാ. അല്ലാതെ ജ്ഞാനായക്കാരെന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന വാക്ക് പിന്നീട് വന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തെക്കുംപാവരെന്ന് വിളിക്കാൻ തുടങ്ങി? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പെർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നാണ് ജ്ഞാനായ കുടിയേറ്റം നടന്നത്. പെർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാ? ഊസ്, ഉറഹ, എസ്ര, നെഹമിയ, കീനായി, സൊല്യൂഷൻസ്, ടെസിഫോണ്, അങ്ങനെയുള്ള ഈ പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യത്തെ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടിയേറ്റം നടക്കുന്നത്. ജോഗ്രഫിക്കലി പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാ? തെക്കുഭാഗത്താണ്. തെക്കുഭാഗത്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. വീണ്ടും
ഈ നാട്ടിൽ വന്ന് കൊടുങ്ങല്ലൂർ വന്നപ്പോൾ അവിടുത്തെ രാജാവാരാ? ചേരമാൻ പെരുമാള്. ചേരമാൻ പെരുമാളിൻ്റെ ഈ മുസിരിയൂസ് തുറമുഖത്തോട് ചേർന്നുള്ള കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ ജ്ഞാനായക്കാർ ഒരു പട്ടണമൊക്കെ പണിതു. പട്ടണത്തിൻ്റെ പേരെന്നാ? മഹാദേവർ പട്ടണം. ഈ മഹാദേവർ പട്ടണം പണിതത് ചേരമാൻ പെരുമാളിൻ്റെ കൊട്ടാരവാതിൽ തുറക്കുന്നതിൻ്റെ തെക്കുഭാഗത്താണ്. അവിടെ കരമൊഴിവായിക്കൊണ്ട് ക്നായിട്ടോമായിക്കും കൂട്ടർക്കും ഈ ചേരമാൻ പെരുമാൾ സ്ഥലം കൊടുക്കുക. അതുകൊണ്ടാണ് പുരാതന പാട്ടി പാടുന്നേ, കൊട്ടാരവാതിൽ തുറന്നതിൻ തെക്കുഭാഗത്തായി താമസം നൽകി, അതിനാൽ ക്നാനായർ തെക്കും ഭാഗരായി. എങ്ങനെ? ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ കൊട്ടാരവാതിൽ തുറക്കുന്നതിൻ്റെ തെക്കുഭാഗത്ത് കരമൊഴിവാക്കിക്കൊണ്ട് ക്നായിട്ടോമായിക്കും കൂട്ടർക്കും ഈ ചേരമാൻ പെരുമാൾ സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ് ക്നായിട്ടോമായും കൂട്ടരും മഹാദേവർ പട്ടണം എന്ന് പറയുന്ന പട്ടണം പണിത് ഈ പറഞ്ഞ പള്ളികളും കുടുംബങ്ങളും ഒക്കെ സ്ഥാപിച്ച് ക്നായിട്ടോമായുടെ നേതൃത്വത്തിലുള്ള ഒരു കുടിയേറ്റ സംഗമം, അല്ലെങ്കിൽ ഈ ചേരമാൻ പെരുമാളിൻ്റെ കൊട്ടാരവാതിൽ തുറക്കുന്നതിൻ്റെ തെക്കുഭാഗത്തായിട്ട് പട്ടണം പണിതത്. അപ്പം അതുകൊണ്ട് ക്നാനായക്കാരെ ആരെന്ന് വിളിച്ചു? തെക്കും ഭാഗരെന്ന് വിളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും വന്നു കയറിയ ക്രിസ്ത്യാനികളെ, കുടിയേറി വന്ന ക്രിസ്ത്യാനികളെ തെക്കും ഭാഗരെന്ന് വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ ബാക്കി ആരെന്ന് വിളിക്കപ്പെട്ടു? വടക്കും ഭാഗരെന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ തെക്കും ഭാഗരും വടക്കും ഭാഗരും. വീണ്ടും ക്നാനായക്കാരെ വിളിക്കുന്ന മറ്റൊരു പേര് സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലേ? എന്തുകൊണ്ടാ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കണേ? സുറിയാനി ഭാഷ സംസാരിച്ചതുകൊണ്ടും സുറിയാനി ആരാധനാക്രമം ഇവിടെ വന്നിട്ട് ഉപയോഗിച്ചതുകൊണ്ടും ക്നാനായക്കാരെ ആരെന്ന് വിളിച്ചു? സുറിയാനിക്കാരെന്ന് വിളിച്ചു. ഈ ക്നാനായക്കാർ സുറിയാനി ഭാഷ ഉപയോഗിക്കാനുള്ള കാരണം എന്നാ? യഹൂദ വംശമാണോ? ആണോ? സിറിയയിൽ നിന്ന് വന്നോ? സിറിയയിൽ നിന്നാണ് ക്നാനായക്കാർ വന്നേ? അല്ല. പിന്നെ ക്നാനായക്കാരെ സുറിയാനിക്കാരെന്ന് വിളിക്കാനുള്ള കാരണം എന്നാ? ഈശോയുടെ ഭാഷ എന്നായിരുന്നു? അറമായ ഭാഷയായിരുന്നു. ഈ അറമായ ഭാഷയുടെ ലിഖിത രൂപമാണ് സുറിയാനി ഭാഷ. വ്യത്യാസം മനസ്സിലായോ? എഴുതുമ്പോൾ അതിനെ സുറിയാനി എന്ന് പറയും, സംസാരിക്കുമ്പോൾ അതിനെ അറമായ എന്ന് പറയും. അറമായയ്ക്ക് ഒരു നിയതമായ ഗ്രാമറും ലിപിയൊക്കെ ഉണ്ടായപ്പം അതിന് കിട്ടിയ പേരാണ് എന്ത്? സുറിയാനി. അതുവരെ അതൊരു സംസാര ഭാഷ മാത്രമായിരുന്നു. അപ്പൊ ഈശോ സംസാരിച്ചിരുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചാൽ സുറിയാനി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അറമായ ഭാഷ എന്ന് പറയുന്ന നല്ലത്. ഇല്ലേ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു? ബൈബിൾ പറഞ്ഞിട്ടില്ലേ? തലീത്താക്കും മാലിക എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത്. അത് അറമായ ഭാഷയാണ്. ഈ അറമായ ഭാഷയ്ക്ക് ഒരു കൃത്യമായ ഗ്രാമറും ലിഖിത രൂപവും ഒക്കെ വന്നപ്പോൾ അത് സുറിയാനിയായിട്ട് മാറുക. ഇപ്പം സംസാര ഭാഷ അറമായയാണ്, അതിൻ്റെ ലിഖിത രൂപമാണ് സുറിയാനി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈശോയുടെ ഭാഷ അറമായ അല്ലെങ്കിൽ സുറിയാനി എന്ന് പറയുന്നു. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ഈശോയുടെ 12 അപ്പസ്തോലന്മാര് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ്. തോമാസ് ശ്ലീഹ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് എവിടെയാ? ഇന്ത്യയിലാണോ? കേരളത്തിലാണോ? തോമാസ് ശ്ലീഹ എവിടെയാ സുവിശേഷം പ്രസംഗിക്കാൻ പോയ ആദ്യം? തോമാസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കാൻ ആദ്യം പോയത് ഇന്നത്തെ ഇറാഖിലേക്കാണ്. അതിന് മാത്രമേ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ളൂ. തോമാസ് ശ്ലീഹ ആദ്യം പോയി സുവിശേഷം പ്രസംഗിച്ചത് ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് കൃത്യമായ പ്രൂഫുണ്ട്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇറാഖിൽ പോയി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യഹൂദന്മാരായിരുന്നു. തോമാസ് ശ്ലീഹ ഇറാഖിൽ പോയി യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിച്ച് ഈ തോമാസ് ശ്ലീഹായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് യഹൂദ ക്രൈസ്തവർ വിശ്വാസം സ്വീകരിച്ച് മാമോദീസ മുങ്ങി രൂപപ്പെട്ട സഭയാണ് കൽദായ സഭ. മനസ്സിലായോ? തോമാസ് ശ്ലീഹ ഇറാഖിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് യഹൂദരോട് സുവിശേഷം പ്രസംഗിച്ച് യഹൂദർ മാമോദീസ സ്വീകരിച്ചുണ്ടായ സഭയാണ് കൽദായ സഭ. ആ കൽദായ സഭയിൽപ്പെട്ടവരായിരുന്നു ആര്? ക്നായിട്ടോമായും ഒറഹാമാർ യൗസേപ്പും 4 വൈദികരും ഷെമാശമാരും ഒക്കെ ഉൾപ്പെടുന്ന
AD 345 ക്നാനായ കുടിയേറ്റം നടത്തിയ ആളുകൾ ഏത് സഭയിൽ നിന്ന് പുറപ്പെട്ടു പോന്നവരാ? കൽദായ സഭയിൽ നിന്ന് പോകുന്നതാ. അന്നത്തെ സഭാസ്ഥാനത്തിന്റെ പേര് സെലൂഷ്യൻ സ്റ്റെസിഫോൺ എന്ന. സെലൂഷ്യൻ സ്റ്റെസിഫോൺ ആസ്ഥാനമായിട്ടുള്ള മാർ സാഹദോസ് എന്ന് പറയുന്ന കാതോലിക്ക ബാവായുടെ അനുഗ്രഹാശിസുകളോടുകൂടെയാണ് കൽദായ സഭയുടെ ഒരു മിഷൻ പ്രവർത്തനം, കൽദായ സഭയുടെ സിനഡിന്റെ ഒരു തീരുമാനം, കൽദായ സഭയുടെ സിനഡ് കൂടിയെടുത്ത തീരുമാനമാണ് ക്നായ് തോമായുടെ നേതൃത്വത്തിൽ ഉറഹാമാർ യൂസേഫ് മെത്രാന്റെ സാന്നിധ്യത്തിൽ 4 കത്തനാരുമാരോട് ചേർന്ന് ഷെമ്മാശന്മാർ ഉൾപ്പെടെ 7 ഇല്ലത്തിലും 72 കുടുംബത്തിലും പെട്ട 400ഓളം ആളുകൾ കേരളത്തിലേക്ക് കുടിയേറുന്നേ. പുരാതന പാട്ടി പാടുന്നില്ലേ? ഉറഹാമാർ യൂസേപ്പേഴും നള്ളുന്നു, കത്തങ്ങൾ 4 ആരാ കത്തങ്ങള്? കത്തനാരുമാര്. കത്തങ്ങൾ 4 പേര്. കത്തങ്ങൾ 4 ഷെമ്മാശന്മാരാവർ പലരുമുണ്ട്, തൊമ്മൻ കീനാനാവൻ കൂടെയുണ്ട്. പാടി പാടുന്നില്ലേ? അപ്പോ കൽദായ സഭയുടെ കാതോലിക്കോസ് ആയിരുന്ന സാഹദോസിന്റെ തീരുമാനപ്രകാരമാണ് ഈ പറഞ്ഞ ക്നാനായ കുടിയേറ്റം നടന്നത്. അപ്പോ ഈ കൽദായ സഭയുടെ കുർബാന, കൽദായ സഭയുടെ പ്രാർത്ഥന, കൽദായ സഭയുടെ ആരാധനാക്രമം ഇതെല്ലാമായിട്ടാണ് ക്നായ് തോമായും കൂട്ടരും ഈ കൽദായ സഭയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ സുറിയാനി ഭാഷയും സുറിയാനി ആരാധനാക്രമവും സുറിയാനി കുർബാനയും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോ ഇന്ന് സീറോ മലബാർ സഭ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അന്ന പെസഹ തിരുനാളിൽ എന്ന് മലയാളത്തിൽ ചൊല്ലുന്ന പുക്ദാനഗോ എന്ന് പറഞ്ഞ് സുറിയാനിയിൽ കേരളം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കുർബാന ഈ മണ്ണിൽ കൊണ്ടുവന്നത് ആരാ? ക്നാനായക്കാര് കൊണ്ടുവന്നതാ. കേരള സഭ മുഴുവൻ, സീറോ മലബാർ സഭ മുഴുവൻ, ഏത് അങ്ങ് തക്കല തൊട്ട് ബെൽട്ടനങ്ങാടി വരെ അല്ലെങ്കിൽ മാണ്ഡ്യ വരെയും, ഇന്ത്യയില് കല്യാൺ രൂപതയിലും ഫരീദാബാദ് രൂപതയിലും അമേരിക്കയിലെ ഷിക്കാഗോ രൂപതയിലും ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും ഒക്കെ ചൊല്ലുന്ന സീറോ മലബാർ സഭയുടെ കുർബാന ഈ കേരളത്തിൽ സുറിയാനി പാരമ്പര്യത്തോടെ കൊണ്ടുവന്നത് ആരാ? ക്നാനായക്കാരാ, തെക്കുംഭാഗരാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണിത നമ്മുടെ 3 പള്ളികളിൽ ഈ പറഞ്ഞ സുറിയാനി കുർബാനയും സുറിയാനി പ്രാർത്ഥനയും സുറിയാനി ആരാധനകളും ഒക്കെ ക്നാനായ മെത്രാനും ക്നാനായക്കാർ അച്ഛന്മാരും ക്നാനായ ആൾക്കാരും പള്ളിയിൽ പോയി ഒരുമിച്ച് കൂടുന്ന കണ്ടപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു, നാണ്ടെ സുറിയാനി ക്രിസ്ത്യാനികള് ഒരുമിച്ച് കൂടുന്നു, സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ പ്രാർത്ഥന ചൊല്ലുന്നു, സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ കുർബാന ചൊല്ലുന്നു. ആരാ സുറിയാനി ക്രിസ്ത്യാനികള്? നമ്മളാ. അതുകൊണ്ടാ നമ്മുടെയൊക്കെ SSLC സർട്ടിഫിക്കറ്റിൽ കാസ്റ്റിന്റെ അവിടെ എന്നാ എഴുതി വെച്ചിരിക്കണേ? RC SC റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ. ബാക്കി വടക്കന്മാർക്ക് RC എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് അവർക്ക് സ്വത്വബോധം കൂടി വന്നപ്പോ ഞങ്ങളും സുറിയാനി ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് RC SC എന്നും ഇപ്പൊ അത് മൊത്തത്തിൽ മാറ്റി നമ്മൾ ജ്ഞാനായ കാത്തലിക്സ് എന്നും അവർ സീറോ മലബാർ കാത്തലിക്സ് എന്നും ഒക്കെ സർട്ടിഫിക്കറ്റിലും SLC ബുക്കിലും ഒക്കെ എഴുതാൻ തുടങ്ങിയത്. പണ്ട് കാലത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് SSLC സർട്ടിഫിക്കറ്റിൽ എഴുതാൻ അവകാശം ഉണ്ടായിരുന്നതും നമുക്ക് മാത്രമേ അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നുള്ളൂ RC SC റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ. ബാക്കിയുള്ളവർ മുഴുവൻ എഴുതിക്കൊണ്ടിരുന്ന RC എന്ന റോമൻ കാത്തലിക്. അതായത് ലാറ്റിൻകാരും എഴുതുമായിരുന്നു, സീറോ മലബാറുകാരും എഴുതുമായിരുന്നു. എന്തെന്ന്? RC റോമൻ കാത്തലിക്, റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ, സുറിയാനി ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ നമുക്കേ അവകാശമുള്ളൂ. പിന്നീട് അതിവിടെ വന്ന് നമ്മൾ നമ്മുടെ പള്ളികളിലെ കുർബാനയൊക്കെ ആയിട്ട് നിന്നപ്പോ ഇവർക്ക് വേറെ വഴികളൊന്നും ഇല്ലല്ലോ, വേറെ കുർബാനയില്ല, അച്ഛന്മാരില്ല, മെത്രാന്മാരില്ല, പട്ടക്കാരില്ല. നമ്മുടെ പള്ളിയിൽ നമ്മുടെ കൂട്ടത്തെ കൂട്ടി നമ്മൾ അവരെയും കൂടെ ചേർത്തു, നമ്മുടെ കുർബാനയെ പങ്കെടുപ്പിക്കാൻ തുടങ്ങി, നമ്മുടെ പ്രാർത്ഥനകളിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർ മജോറിറ്റിയായി. നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു, നമ്മൾ ആള് കുറവല്ലേ. അവർ വളരെയധികം ആളുകൾ കൂടുതലുള്ളതുകൊണ്ടും അവർ സ്പ്രെഡ് ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും പിന്നീട് അവരുടെ പള്ളികൾ വന്നപ്പോൾ അവർക്ക് വേറെ കുർബാനയില്ല. നമ്മൾ പഠിപ്പിച്ച കുർബാന, നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മൾ പഠിപ്പിച്ച ആരാധനാക്രമം അവരുടെ പള്ളികളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മുഴുവൻ ആരാധനാക്രമം എന്തായിട്ട് മാറി? സുറിയാനി ആരാധനാക്രമമായിട്ട് മാറി. ഈ സീറോ മലബാർ സഭയ്ക്ക്
അന്തസ്സോടെ ഇന്ന് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭ മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സുറിയാനി ആരാധനാക്രമം, സുറിയാനി പാരമ്പര്യം ആര് കൊണ്ടുപോയി കൊടുത്തു? ജ്ഞാനായക്കാരെ കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് ജ്ഞാനായക്കാർക്ക് എന്തെന്ന് വിളിച്ചു? ജ്ഞാനായക്കാരെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. അത് ഇവിടെ മാത്രമല്ല, ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോലും സീറോ മലബാർ കുർബാന ചെല്ലാനായിട്ട് അനുവാദം ഇല്ലായിരുന്നു. 1955 വരെ സീറോ മലബാർ സഭ ഈ പറഞ്ഞ തൃശ്ശൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സമയം, എറണാകുളം, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് സീറോ മലബാർ സഭയുടെ കുർബാന ചെല്ലാൻ പോലും അനുവാദം ഇല്ലായിരുന്നു. അന്ന് 1942 ചൂളപ്പനപ്പ പിതാവിന്റെ അനുഗ്രഹാശീർവാദത്തോടെ ആദ്യത്തെ ക്നാനായ കുടിയേറ്റം നടക്കുമ്പോ നമ്മുടെ ചൂളപ്പനപ്പ പിതാവിന്റെ നേതൃത്വത്തിൽ തിരുഹൃദയദാസ സമൂഹത്തിലെ അച്ഛന്മാരാ ഈ ക്നാനായ കുടിയേറ്റത്തിന് കൂടെ പോയെ. അന്ന് ഈ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയ, വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കുർബാനയില്ലാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് വള്ളത്തെ പോകുമ്പോ വള്ളത്തിൽ ഇരുന്നോണ്ട് നമ്മുടെ അച്ഛന്മാർ ഉറക്ക പാടി എന്ന്. അങ്ങനെയാണ് മലബാറിലേക്ക് പോലും സുറിയാനി പാരമ്പര്യം സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ വൈദികര്, നമ്മുടെ ആളുകള് 1942 ആദ്യത്തെ മലബാർ കുടിയേറ്റം നടക്കുമ്പോ വള്ളത്തിലിരുന്ന് സുറിയാനി കുർബാന പാടിക്കൊണ്ടാണ് സുറിയാനി ഭാഷയും സുറിയാനി ആരാധനാക്രമവും മലബാറിലേക്ക്, ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ട് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് ജ്ഞാനായക്കാരെ വിളിക്കാനുള്ള കാരണം എന്നാന്ന് പിടികിട്ടിയോ? യെസ്, ജ്ഞാനായക്കാർ. 6:45. അടുത്ത പേര് യഹൂദ ക്രിസ്ത്യാനികൾ. ജ്ഞാനായക്കാരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യഹൂദ ക്രിസ്ത്യാനികൾ. വി ആർ ജൂവിഷ് ക്രിസ്ത്യൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കണേ? നമ്മൾ ജൂതന്മാരായിരുന്നു നമ്മുടെ ഫോർഫാദേഴ്സ്. നമ്മുടെ കാരണവന്മാർ ജൂതന്മാരായിരുന്നു. ഈ ജൂതന്മാരായിരുന്നു നമ്മുടെ കാരണവന്മാരോട് ആദ്യമായിട്ട് വന്ന് സുവിശേഷം പ്രസംഗിച്ചത് ആരാ? ഇറാഖിൽ വന്ന് തോമാസ് ശ്ലീഹ അവിടെ വന്ന് വിശ്വാസമൊക്കെ കൊടുത്തിട്ട് അവിടെ 2 നേതാക്കന്മാരെ തെരഞ്ഞെടുത്തു. പേര് പറയാവോ? കുർബാന പുസ്തകം എടുത്ത് കുർബാന ചെല്ലുന്നവർക്ക് പേര് പറയാൻ പറ്റും. മാർ അദ്ദായി, മാർ മാറി. എവിടുന്നേലും കേട്ടിട്ടുണ്ടോ ഈ 2 പേര്? മാർ അദ്ദായി, മാർ മാറി. എവിടെയാ കിടക്കുന്നേ? നമ്മുടെ കുർബാന പുസ്തകത്തിലെ 1-ാം പ്രണാമ ജപത്തിന്റെ മുകളിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് മാർ അദ്ദായി, മാർ മാറി എന്നീ അനുഗ്രഹീത ശ്രീഹന്മാരുടെ പ്രാർത്ഥന. മാർ മാറി, മാർ അദ്ദായി. തോമാസ് ശ്ലീഹ അവിടെ വെച്ച് മാമോദീസ മുക്കി എടുത്ത 2 നേതാക്കന്മാരാണ് അദ്ദായി, മാറി. ഈ അദ്ദായി, മാറിയാണ് പിന്നീട് അവിടെയുള്ള കൽദായ സഭയ്ക്ക് നേതൃത്വം കൊടുത്തതും അവിടെ ഒരു കുർബാനയും ആരാധനാക്രമവും സുറിയാനി പാരമ്പര്യത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പിന്നീടാണ് നമ്മൾ അവിടുന്ന് പോരുന്നത്. ചരിത്രം പറയുന്നത് തോമാസ് ശ്ലീഹ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോന്നു. ഏത്? ആദ്യം ഇറാഖിൽ പോയി കൽദായ സഭയൊക്കെ സ്ഥാപിച്ച് മാമോദീസയൊക്കെ മുക്കിയെടുത്ത് മാർ അദ്ദായി, മാർ മാറി എന്നീ അനുഗ്രഹീത ശ്രീഹന്മാരെ നേതൃത്വമൊക്കെ ഏൽപ്പിച്ചിട്ട് തോമാസ് ശ്ലീഹ അവിടുന്ന് എങ്ങോട്ട് പോന്നു? പശ്ചിമ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നാ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞു. പശ്ചിമ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ബർമ്മ, പാകിസ്ഥാനൊക്കെയാ. എനിവേ തോമാസ് ശ്ലീഹ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന, നാട്ടിലുണ്ടായിരുന്ന, ഭാരതത്തിലുണ്ടായിരുന്ന ഹൈന്ദവ സഹോദരന്മാരോടൊക്കെ സുവിശേഷം പ്രസംഗിച്ച് മാമോദീസയൊക്കെ മുക്കി ഇവിടെയുള്ള കുറെ പേരെ തോമാസ് ശ്ലീഹ മാമോദീസ മുക്കി. അങ്ങനെയാണ് ഇന്ത്യയില്, കേരളത്തില് മാർത്തോമ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഒറിജിൻ ജൂവിഷ് ട്രഡീഷനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഈ യഹൂദ പാരമ്പര്യങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ പാടുന്ന വാഴുപാട്ടില്ലേ? വാഴുപാട്ടിരുന്ന് പാടുകേ. എന്റെ സൗണ്ട് തീർന്നു. വാഴുവെന്ന് പാടുകേ. വാഴുവെന്ന യെസ്, കാലം പെരുത്തായി വാണിട്ടിരിക്കണം, വാഴ്വാന ഭൂമി ഫലം തരട്ടെ, നിന്റെ മണ്ണ് നിനക്ക് ഫലം തരട്ടെ, മക്കളുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പെറ്റമ്മ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്ന വലിയ ചടങ്ങാ. ഇതേ വാഴുപാട്ട് ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തോടെ നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ഉണ്ടായിരുന്ന പറയണേ. നമ്മുടെ ഇതേ വാഴുപാട്ട് ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തോടെ വെള്ളിയാനച്ചന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഇതേ വാഴുപാട്ട് ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തോടെ നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള ജൂതപ്പള്ളിയൊക്കെ ഇല്ലേ, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ഇതേ വാഴുപാട്ട് ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തോടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞ്. ഇതുപോലെ തന്നെ കച്ച തഴുകുന്ന ചടങ്ങ് ഇതെവിടെയെങ്കിലും ബൈബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കച്ച തഴുകുന്ന ചടങ്ങ് പക്ക യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് എടുത്തതാ. സമയം കിട്ടുവാണെങ്കിൽ വീട്ടിൽ പോയി, സമയം കിട്ടുവാണെങ്കിൽ വീട്ടിൽ ചെന്ന സമയം കാണുമല്ലോ, ഈ ആസനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 20-ാം അധ്യായമുണ്ട്. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി വേലക്കാരനെ വിളിക്കുന്നുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി വേലക്കാരനെ വിളിച്ചിട്ട് എന്നാ പറയണേ? ചുമ്മാതെ അല്ല വിളിക്കണേ, നീങ്ങ വാ, വന്നിട്ടോ നിന്റെ 2 കൈ ഇവിടെ കൊണ്ടുവാ, നിന്റെ 2 കൈ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്യണ്ടേ? എന്റെ 2 തുടയ്ക്ക് ഇടയ്ക്ക് വെക്ക്. അബ്രാഹാം പറയുവാ, വേലക്കാരനെ വിളിച്ചിട്ട് പറയുവാണ്, നീ ഇവിടെ വാ, നീ ഇവിടെ വന്നിട്ട് നിന്റെ 2 കൈ ഇവിടെ കൊണ്ടുവാ, 2 കൈയും കൊണ്ടുവന്നിട്ട് എന്റെ 2 തുടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് സത്യം ചെയ്യും. എന്താ സത്യം ചെയ്യണ്ടേ? എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി നീ കണ്ടുപിടിക്കാൻ പോകുന്ന പെണ്ണ് എന്റെ കുലത്തിലും എന്റെ വംശത്തിലും പെട്ട പെണ്ണിനെ മാത്രമേ എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി നീ കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് എന്റെ 2 തൊടയുടെയും ഇടുക്കിൽ 2 തൊടയുടെ ഇടയ്ക്ക് വെച്ച് സത്യം ചെയ്യ്. ഏത്? എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി. നമ്മൾ ഇന്ന് പറയുന്ന സോ കോൾഡ് എൻഡോഗമി, വിവാഹ നിഷ്ഠ. അബ്രാഹാം പറയുക, എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി എന്റെ കുലത്തിലും എന്റെ വംശത്തിലും പെട്ട പെണ്ണിനെ എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി നീ കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് എന്റെ 2 തൊടയുടെ ഇടുക്കിൽ പിടിച്ച് സത്യം ചെയ്യ്. ഇതേ ചടങ്ങാണ് കല്യാണത്തിന് നമ്മുടെ അമ്മാച്ചന്മാര് ചെറുക്കന്റെയും പെണ്ണിന്റെയും 2 ഇടുപ്പിലും തഴുകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് തൊടയുടെ ഇടയ്ക്കോട്ട് കൈവെക്കാൻ പോയാൽ നമ്മൾ വേറെ വല്ലതൊക്കെ പറയല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനൊരു മാന്യമായ വേർഷൻ നമ്മൾ നമ്മുടെ ചടങ്ങിൽ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ചെറുക്കന്റെയും പെണ്ണിന്റെയും ഇടുപ്പിൽ പിടിച്ച് തഴുകി അമ്മാച്ചന്മാർ അനുഗ്രഹിക്കുന്നത് ഈ അബ്രാഹാം മകൻ ഇസ്ഹാക്കിന് ഭാര്യ അന്വേഷിച്ച് പുറപ്പെടാൻ പോകുന്ന വേലക്കാരനോട് പറയുക, എന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി നീ കണ്ടുപിടിക്കുന്ന പെണ്ണ് എന്റെ കുലത്തിലും എന്റെ വംശത്തിലും പെട്ട പെണ്ണിനെ നീ കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് സത്യം ചെയ്യ്. ഇതേ ചടങ്ങ് നമ്മൾ കല്യാണത്തിന് നമ്മുടെ സ്റ്റേജിൽ വെച്ച് നമ്മുടെ അമ്മാച്ചന്മാർ ചെയ്യുക. മൈലാഞ്ചി ബിബ്ലിക്കലാണോ? അല്ല. എപ്പോഴാ മൈലാഞ്ചി ഇടുന്നേ? കല്യാണത്തിന് തലേ ദിവസം അല്ലേ? മൈലാഞ്ചി പാട്ടൊന്ന് പാടാവോ? ഞാൻ മടുത്തു, അതുകൊണ്ടാട്ടോ. മൈലാഞ്ചി പാട്ടൊന്ന് പാടാവോ? പാടിയില്ലേ? അത് ശരി. എന്നാ അത് മുഴുവൻ പാടണ്ട. മൈലാഞ്ചി ഇങ്ങനെ പാടിയ മണവാളം നന്നായിട്ട് മയങ്ങി വീഴും. യെസ്, അതങ്ങനെ പാടി പാട്ടിന്റെ അവസാനമാകുമ്പതിനും പാടും. കയ്യാലെ കായും പറിച്ചതു കാരണം കൈനാകം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി, കാലാൽ നടന്നു കനിവിന്നതാകിലും കാൽനാഗം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി. ഇത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പാടാം. കയ്യാലെ കായും പറിച്ചതു കാരണം കൈനാഗം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി, കാലാൽ നടന്നു കനിതിന്നതാകിലും കാൽനാഗം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി. എവിടെയാ? ഏതേൻ തോട്ടത്തില് വിലക്കപ്പെട്ട കനി പോയി കൈകൊണ്ട് പറിച്ചത് ആരാ? ഹൗവ. കാലാൽ നടന്ന് കനിരുന്നത് ആരാ? ഹൗവ. അപ്പോ ഹൗവ ആദിമാതാവാ അല്ലേ? എല്ലാ സ്ത്രീകളുടെയും പ്രതീകമാണ്. ആദിമാതാവാ. തലമുറ കൈമാറി സൂക്ഷിക്കും. അപ്പൊ ഈ ഹൗവ പോയി പറിച്ചതിന്റെയും തലമുറ കൈമാറി കടാരം ഞങ്ങൾ സൂക്ഷിക്കും അല്ലേ? സഭ പഠിപ്പിക്കുന്ന ആദിമാതാവായ ഹൗവ
വിലക്കപ്പെട്ട കനി പോയി പറിച്ചത് കാരണമാണ് ജന്മപാപം എന്ന് പറയുന്ന രണ്ടു തരത്തിലുള്ള പാപമില്ലേ? ജന്മപാപവും കർമ്മപാപവും. അപ്പൊ ജന്മപാപം ഈ പറഞ്ഞ ആദ്യത്തെ അനുസരണക്കേടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം മാമോദീസായുടെ സ്വീകരണത്തിലൂടെ ഈ ജന്മപാപം അല്ലെങ്കിൽ ഉത്ഭവപാപം ഇല്ലാതാകുന്നു. അപ്പോ ജ്ഞാനായക്കാര് സ്ത്രീകൾക്ക് ബോണസാ, ജ്ഞാനായക്കാര് പെണ്ണുങ്ങൾക്ക് ബോണസാ. ഏത്? കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചിയിട്ട് വിശുദ്ധീകരിച്ച് വിവാഹത്തിനു വേണ്ടി പരിശുദ്ധമായ അൾട്ടാരയിലേക്ക് യാത്രയാക്കുന്ന ചടങ്ങ മൈലാഞ്ചി. ബൈബിൾ അധിഷ്ഠിതാണോ? ബിബ്ലിക്കലാണോ? യെസ്. മൈലാഞ്ചി പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തിലൊക്കെ ഈ വിഷത്തെയൊക്കെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വലിയൊരു മരുന്ന. ഇന്ന് മൈലാഞ്ചിയൊക്കെ മാറിയിട്ട് കപ്പയിലേക്ക് അരച്ചിടുന്നത്. ബ്യൂട്ടീഷ്യൻ്റെ അടുത്തൊക്കെ പോയിട്ട് വലിയ മോഡേൺ സെറ്റപ്പിൽ. അതൊന്നും സാരയില്ല, ട്രെൻഡ് മാറുന്നതിനനുസരിച്ചില്ല. എന്നാൽ പോലും ആ ചടങ്ങ് ചെയ്യുന്നുണ്ടല്ലോ. ആരാ മൈലാഞ്ചി ഇടണ്ടേ? ആരാ മൈലാഞ്ചി ഇടണ്ടേ? വല്യമ്മ. എല്ലായിടത്തും വല്യമ്മമാരെ കൊണ്ടാണ് ഇടിക്കണേ. അപ്പന്റെ പെങ്ങന്മാർക്ക് വല്യമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ അവകാശമുള്ളൂ. കാരണം വല്യമ്മ കൊടുക്കുന്നത് പോലെ അപ്പന്റെ പെങ്ങൾ അനുഗ്രഹം കൊടുക്കുവോ? ഇല്ല. അപ്പന്റെ പെങ്ങൾ നല്ല അടിപൊളി സാരിയൊക്കെ എടുത്ത് നല്ല പുട്ടിയൊക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് വീഡിയോക്കാർക്ക് നല്ല പോസ്റ്റ് ചെയ്യാൻ പാകത്ത് നല്ല മിട്ടുമിട്ടിക്കായിട്ട് വന്നിരിക്കും. പക്ഷെ ചിലപ്പം വല്യമ്മയുടെ മുഖമൊക്കെ ഇച്ചിരി ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാകും, കൈ ചട്ടുണ്ടായിരിക്കും, അല്ലെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി ഇരുത്തനായിരിക്കും. പക്ഷേ വല്യമ്മ കൊടുക്കുന്നത് പോലെ അപ്പന്റെ പെങ്ങൾ കൊടുത്താ കിട്ടുവോ? ഇല്ല. ചെയ്യേണ്ടവര് ചെയ്താലേ കിട്ടേണ്ടത് കിട്ടുള്ളൂ, കൊടുക്കേണ്ടവര് കൊടുത്താലേ കൊടുക്കേണ്ട പോലെ ആകുള്ളൂ. അതുകൊണ്ട് മൈലാഞ്ചി ഇടേണ്ടത് വല്യമ്മമാരാണ്. വല്യമ്മമാര് ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ അപ്പന്റെ പെങ്ങന്മാർ എന്ന് കരുതിക്കൊണ്ട് കട്ടിലെ കിടപ്പാണ് കട്ടിലോടെ ഒന്നും എടുത്തുകൊണ്ട് വന്ന് മൈലാഞ്ചി ഇടിക്കരുത് കേട്ടോ. ആരോഗ്യം ഉണ്ടെങ്കിൽ, മൈലാഞ്ചി ഇടാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഇടേണ്ടത് വല്യമ്മമാരാ. ഇതുപോലെ തന്നെ വാഴു പിടിക്കേണ്ടത് ആരാ? അമ്മയാ. ചില വീടുകളില് മൂത്ത മകൾക്ക് അമ്മ പിടിച്ചു, എന്നാൽ രണ്ടാമത്തേന് അമ്മയുടെ അനീറ്റി പിടിക്കട്ടെ, ഇല്ലെങ്കിൽ മൂത്ത ചേട്ടത്തി പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊടുക്കാറുണ്ട്. പെറ്റമ്മ രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ പിടിച്ച് ചെറുക്കന്റെയും പെണ്ണിന്റെയും ശിരസിൽ വെച്ച് പാടുന്ന പാട്ടാ ഏത്? വാഴ്വെന്ന വാഴ്വു നിനക്കാകെ തന്നെ, നീയും നിൻ ഭർത്താവും മക്കളും കൂടെ കാലം പെരുത്തായി വാണിട്ടിരിക്കണം, മണ്ണ് നിനക്ക് ഫലം തരട്ടെ, നിനക്ക് സന്താന പുഷ്ടി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പെറ്റമ്മയെ അനുഗ്രഹിക്കുന്ന പോലെ അമ്മയുടെ അനീറ്റിയോ പെണ്ണിന്റെ ജേടുത്തിയോ അനുഗ്രഹിക്കുവോ? ഇല്ല. പെണ്ണിന്റെ ജേടുത്തിയാ വാഴു പിടിക്കുന്നെങ്കിൽ അവളെക്കാൾ ഒരു 50,000 രൂപ സ്ത്രീധനം കൂടുതൽ ഇവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ രണ്ട് കൈ പിടിക്കും. അമ്പടി, നീ എന്നെക്കാളും കൂടുതൽ സ്ത്രീധനമായിട്ട് ലേടി പോകുന്നേ എന്ന് പറഞ്ഞാണ്ടായിരിക്കും രണ്ട് തലയിലും കൂടെ കൈ വെച്ച് കൊടുക്കണേ. അമ്മ കൊടുക്കുന്ന പോലെ വേറെ ആരനുഗ്രഹിച്ചാലും അനുഗ്രഹം ആവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വാഴു പിടിക്കേണ്ടത് അമ്മമാരാണ്. എത്ര മക്കളുണ്ടെങ്കിലും, എത്ര പെമ്മക്കളുണ്ടെങ്കിലും. പെമ്മക്കൾ 5, 6 ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ സ്നേഹത്തിനോ അനുഗ്രഹത്തിനോ എന്തെങ്കിലും കുറവ് വരുമോ? ഇതൊക്കെ പണ്ടായിരുന്നു. ഇന്നൊക്കെ അതൊക്കെ മാറിയൊക്കെ വരുന്നുണ്ട്. കാലം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നൊക്കെ കേട്ട് കഴിയുമ്പം അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നൊക്കെ കവിഭാവനയിൽ വർണ്ണിക്കാനും കവിതയിൽ കേൾക്കാനും ഒക്കെയുള്ളൊരു കാലമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ? എന്നാൽ പോലും അമ്മമാര് കൊടുക്കുന്ന പോലെയുള്ളൊരു അനുഗ്രഹം വേറെ ആര് കൊടുത്താലും കിട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കണ്ടേ? ആരാ ഇച്ചപ്പാട് കൊടുക്കണ്ടേ? പിതൃ സഹോദരന്മാര്. അതിൽ തന്നെ ആർക്കാന്ന് ചോദിച്ചെന്നാൽ അപ്പാപ്പന്മാരെന്നാണ് പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന് കാരണം എന്നാ? അതായത് ഞാൻ എൻ്റെ വീട്ടില് അപ്പാപ്പൻ, എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായി അല്ലേ? അപ്പോ ഞാൻ എൻ്റെ രക്തത്തിൽ പിറക്കുന്ന എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും മുൻപേ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ ആദ്യമേ സ്നേഹിച്ചത് ആരെയാ? എൻ്റെ ചേട്ടന്റെ മക്കളെയാ അല്ലേ? ഈ ചേട്ടന്മാരുടെ മക്കള് അപ്പാപ്പി എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കുവോ? ഇതുപോലെ ഇഷ്ടം. അറ്റ്ലീസ്റ്റ് ഇവൻ പെണ്ണ് കെട്ടി വേറെ പിള്ളേരുണ്ടാകുന്നോണ്ടും വരെ എങ്കിലും അല്ലേ? ഈ അനിയൻ പെണ്ണ് കെട്ടി വേറെ മക്കളുണ്ടാകുന്നോണ്ടും വരെ എങ്കിലും ഈ ചേട്ടന്റെ മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാ. ഇവൻ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും, തട്ടുകടയിൽ ഫുഡ് അടിക്കാൻ കൊണ്ടുപോകും, ബൈക്കിന്റെ പുറകിൽ വെച്ച് അപ്പാപ്പനാണോ മക്കളെ കൂടുതൽ കൊണ്ടുപോകുന്നേ? അപ്പാപ്പന്മാരാ. അതുകൊണ്ടാ ഈ പിള്ളേര് അപ്പാപ്പി എന്ന് പറഞ്ഞ് ബൈക്കിന്റെ പുറകിലോട്ടൊക്കെ കെട്ടിപ്പിടിച്ചുള്ള ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും മുൻപേ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ സ്നേഹിച്ചത് ആരെയാ? എൻ്റെ ചേട്ടന്റെ മക്കളെയാ. അതുകൊണ്ടാണ് അപ്പാപ്പന്മാർക്ക് എന്നത് സ്പെസിഫൈ ചെയ്യുന്നത്. എന്നാൽ പോലും
പിതൃ സഹോദരന്മാര് എന്നുള്ളതാണ് ഇച്ഛപ്പാട് കൊടുക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. എന്നാ പറയണേ? അതിന് പറയണേ? ഇച്ഛപ്പാട് കേട്ടോ, എച്ചിപ്പാടല്ല, എച്ചിൽപ്പാടും അല്ല, ഇച്ഛപ്പാട് എന്നാണ്. ഇച്ഛ പോലെ ഭവിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, അതാണ് ഇച്ഛപ്പാട്. ഇച്ഛപ്പാട് എന്നാണ്, എച്ചിപ്പാടല്ല, വേസ്റ്റ് അല്ല കേട്ടോ, എച്ചിലല്ല, എച്ചിപ്പാടല്ല, ഇച്ഛപ്പാട്, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ പിതൃ സഹോദരന്മാരാണ് ഇച്ഛപ്പാട് കൊടുക്കണ്ടേ. നമ്മൾ അതിന് കണക്കൊക്കെ വെക്കും, 1, 3, 5 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരപ്പാപ്പനെ ഉള്ളെങ്കിൽ ഒരപ്പാപ്പൻ കൊടുത്താൽ മതി. ഇത് 3 തയ്ക്കാൻ വേണ്ടി, 5 തയ്ക്കാൻ വേണ്ടി, 7 തയ്ക്കാൻ വേണ്ടി ഏത് മലബാറിൽ നിന്ന് വന്ന ചിറ്റപ്പന്റെ, കൊച്ചപ്പന്റെ, പേരപ്പന്റെ മകനെ കൊണ്ടും കൂടി ഇച്ഛപ്പാട് കൊടുപ്പിക്കുക. അവൻ ആദ്യമായിട്ടായിരിക്കും ഈ പെൺകൊച്ചിനെ കാണുന്നത്. ഏത് 9 തയ്ക്കാനായിട്ട് മലബാറിൽ നിന്ന് വന്ന, ഇപ്പൊ വന്ദേ ഭാരത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരും, ചിറ്റപ്പന്റെ, കൊച്ചപ്പന്റെ, പേരപ്പന്റെ മകന്റെ മകന്റെ മകൻ അപ്പാപ്പനാ വാന്നും പറഞ്ഞ് കൊടുക്കുക. കൊടുക്കുന്ന അനുഗ്രഹം കിട്ടുവോ? ഇല്ല. അനുഗ്രഹം കൊടുത്തേണ്ടവര് കൊടുത്താലേ കിട്ടുള്ളൂ. ഇന്ന് അതും പോയിട്ട് പെണ്ണിന്റെ ആങ്ങള മലപ്പുറത്ത് ബിടെക് പഠിക്കുവാണെങ്കിൽ അത് സീക്രട്ടാ. അതെന്നറിയോ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നീ ഏറെ കയറാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ടാ. യെസ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കേണ്ടവര് കൊടുത്താലേ അനുഗ്രഹം കിട്ടുള്ളൂ. 3 അപ്പാപ്പന്മാരെ ഉണ്ടെങ്കിൽ 3 കൊടുത്താൽ മതിയേ. ഇനി 4 ഉണ്ടെങ്കിൽ 5 തയ്ക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത ഫസ്റ്റ് കസിൻ അപ്പാപ്പനെ കൊണ്ടൊക്കെ കൊടുപ്പിച്ചു. അല്ലാതെ 7, 9, 11, 13 എന്ന് പറഞ്ഞ് വീഡിയോക്കാർക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നേ? എങ്ങനെയാ ഇച്ഛപ്പാട് കൊടുക്കുന്നേ? എങ്ങനെയാ കൊടുക്കുന്നേ? വലത് കൈത്തണ്ടിന് ഇടത് കൈ താങ്ങായി പിടിച്ച് 3 പ്രാവശ്യം വെൺപാച്ചോറും കരിപ്പെട്ടിയും കൂടി തിരുമിയാണ് കൊടുക്കുന്നത്. എന്തുമാത്രം അർത്ഥവത്തായ ഒരു ചടങ്ങാ ഈ വലത് കൈത്തണ്ട എന്ന് പറയുന്നത്. ചെറുക്കന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അപ്പാപ്പൻ ഈ സ്റ്റേജിൽ കയറി നിന്നിട്ട്, മണ്ഡപത്തിൽ കയറി നിന്നിട്ട് സദസ്സിനോട് മുഴുവൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നീ ധൈര്യമായിട്ടിരുന്നോ, താങ്ങായിട്ട്, തണലായിട്ട് ഈ അപ്പാപ്പൻ കൂടെ ഉണ്ടടാ, ഈ അപ്പാപ്പൻ കൂടെ ഉണ്ടടാ. സദസ്സിനെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്ന ഒരു ഉറപ്പാ. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിനക്ക് താങ്ങായി ഈ അപ്പാപ്പൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു ഉറപ്പാ. ഇത് മലബാറിൽ നിന്ന് വന്ന ചിറ്റപ്പന്റെ, കൊച്ചപ്പന്റെ, ചേട്ടപ്പന്റെ മകന് കൊടുക്കാൻ പറ്റുമോ ഈ ഉറപ്പ്? പറ്റിയല്ല. ഇത് സ്വന്തം അപ്പാപ്പനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞേ, അനുഗ്രഹം വെറുതെ ശാപമാക്കി മാറ്റരുത്. അനുഗ്രഹം വെറുതെ ശാപമാക്കി മാറ്റരുത്. അനുഗ്രഹം കൊടുക്കേണ്ടവര് കൊടുത്താലേ അത് അനുഗ്രഹം ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനുഗ്രഹം കൊടുക്കേണ്ടത് ആരാ? ഇച്ഛപ്പാട് കൊടുക്കേണ്ടത് ആരാ? പിതൃ സഹോദരന്മാര്, അപ്പാപ്പന്മാരാണ് ഇച്ഛപ്പാട് കൊടുക്കേണ്ടത്. യെസ്, നമുക്ക് അവസാനിപ്പിച്ചേക്കാം. അപ്പോ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടും ഈ പറഞ്ഞ അഭിമാനബോധവും സ്വത്വബോധവും ഒക്കെ ഉള്ളപ്പോ നമ്മുടെ ഒരു വലിയ ചോദ്യചിഹ്നം എന്നാണെന്നറിയാവോ? നമ്മുടെ ഒരു വലിയ ചോദ്യചിഹ്നം ക്നാനായ സമുദായത്തിന്റെ ക്വാളിറ്റിക്ക്, ക്നാനായ സമുദായത്തിന്റെ ക്വാളിറ്റിക്ക് 100-ൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? പറഞ്ഞു. ക്വാളിറ്റി എന്നോട് ഞാൻ ഉദ്ദേശിച്ചത് ഭൗതികമായ തലത്തിലാട്ടോ. സ്പിരിച്വൽ ലെവലൊക്കെ വിട്ടേര്. എന്റെ ചോദ്യം, ക്നാനായ സമുദായത്തിൽ എത്ര IAS ഓഫീസേഴ്സ് ഉണ്ട്? ക്നാനായ സമുദായത്തിൽ എത്ര സിവിൽ സർവീസ് ഓഫീസർമാരുണ്ട്? അറ്റ്ലീസ്റ്റ് വൺ. ക്നാനായ സമുദായത്തിൽ എത്ര MLA മാരുണ്ട്? അറ്റ്ലീസ്റ്റ് വൺ. ക്നാനായ സമുദായത്തിൽ എത്ര MP മാരുണ്ട് ഇന്ന്? അറ്റ്ലീസ്റ്റ് വൺ. എവിടെയുണ്ട്? തോമസ് ചാഴികാടൻ XMP. വരാം. കേൾക്കത്തില്ല. രാജു എബ്രഹാം ക്നാനായ യാക്കോബായ. ഓക്കെ, വേറെ ഒന്നും വേണ്ട.
ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉൾപ്പെടെ കോട്ടയം അതിരൂപതയ്ക്ക് ഇന്ന് 4 കോളേജുകളുണ്ട്. ഈ 4 കോളേജിലും പ്രിൻസിപ്പൽ ആകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ ജ്ഞാനായക്കാരില്ല. നമ്മുടെ രൂപതയ്ക്ക് ഇന്ന് 4 കോളേജുകളുണ്ട്: രാജപുരം, മടമ്പം, ഉഴവൂര്, കോട്ടയം. UGC സ്കെയിൽ അനുസരിച്ച് പ്രിൻസിപ്പൽ ആകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ ജ്ഞാനായക്കാരില്ല. 4 കോളേജുകളിലും പ്രിൻസിപ്പൽ ഇൻചാർജുമാരെ അപ്പോയിന്റ് ചെയ്തേക്കുക. ഒരു പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ സാലറി സ്കെയിൽ എത്രയാണെന്നറിയോ? UGC സ്കെയിൽ അനുസരിച്ച് ഒരു മാസം സീനിയർ മോസ്റ്റ് ആയി കഴിഞ്ഞാൽ 1,80,000 രൂപയാണ്. കഴിഞ്ഞ മെയ് 31 തീയതി ഉഴവൂർ കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് പാറയിൽ സ്റ്റീഫൻ സാറ് റിട്ടയർ ചെയ്തപ്പം സാറിന്റെ സാലറി സ്കെയില് 1,80,000 രൂപയാണ്. PF ആയിട്ട് കിട്ടിയത് 2 കോടി രൂപയാണ്. നമ്മുടെ സ്കൂളുകളിൽ സബ്ജക്റ്റുകൾക്കനുസരിച്ച് വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുക. പുതിയകുന്നേൽ തോമസ് അച്ഛൻ ഓരോ ദിവസവും അച്ഛന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടും, ഹിന്ദിക്ക് ആളെ ആവശ്യമുണ്ട്, സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ ആളെ ആവശ്യമുണ്ട്. നമ്മുടെ പിള്ളേരെ എവിടെയാ? നമ്മുടെ പിള്ളേരെ നമ്മൾ മാതാപിതാക്കൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ അച്ഛന്മാർ ഉൾപ്പെടെ ഒരു 5ാം ക്ലാസ് തൊട്ടേ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഫോം ചെയ്തെടുത്തേക്കുക. +2 കഴിഞ്ഞോ കാനഡയ്ക്ക് പൊക്കോണം, UK പൊക്കോണം, ഓസ്ട്രേലിയക്ക് പൊക്കോണം. നമുക്ക് വേണ്ടേ സിവിൽ സർവീസുകാരെ, IAS-കാരെയും IPS-കാരെയും IRS-കാരെയും ഒക്കെ നമുക്ക് വേണ്ടേ? IFS-കാരെ നമുക്ക് വേണ്ടേ? നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കാൻ നല്ല പ്രൊഫസർമാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽമാരെ ജ്ഞാനായക്കാർക്ക് വേണ്ടേ? നല്ല രാഷ്ട്രീയക്കാരെ ജ്ഞാനായക്കാർക്ക് വേണ്ടേ? നല്ല കർഷകരെ ജ്ഞാനായക്കാർക്ക് വേണ്ടേ? നമുക്ക് AD 345 DJ തുള്ളണം, ചില ഓളം വെക്കണം. നമ്മുടെ ക്വാളിറ്റി എത്ര മാർക്ക് ഇടും? 100-ൽ നമ്മുടെ ക്വാളിറ്റിക്ക് എത്ര മാർക്ക് നമ്മൾ ഇടും? ഇവിടെ പിതാവ് വന്നിട്ടുണ്ട്, ഞാൻ നിർത്തിക്കോളാം. പിതാവ് ഇപ്പൊ നിർത്തുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞേ, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു, എൻ്റെ ഉപ്പൂപ്പായുടെ ചന്തി തഴമ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്തി തപ്പി നോക്കിയ തഴമ്പ് കാണുമോ? ഇല്ല. എത്രയോ മുട്ടുമുട്ടുക്കന്മാരായ പിള്ളേര്, പഠിക്കാൻ നല്ല സമർത്ഥരായ പിള്ളേര്, 10ാം ക്ലാസ്സിലും +2-ലും ഫുൾ A+. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഒന്നുകിൽ നഴ്സിങ്ങിന് പോകണം, അല്ലെങ്കിൽ +2 കഴിയുമ്പോഴേ കാനഡ, UK, ഓസ്ട്രേലിയ പോകണം. വേറെ ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല. നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഒട്ടും മോശമല്ല കേട്ടോ. ഈ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ ജ്ഞാനായക്കാർ രക്ഷപ്പെട്ടത് അല്ലേ? നമ്മളാരും എന്നാ കറണ്ടിയാ ഞാൻ മറന്നുപോയി. സ്വർണ്ണക്കരണ്ടി കൊണ്ട് വന്നവരോ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരൊന്നും അല്ല. നമ്മളെല്ലാവരും ഒന്നിച്ചൊരു കപ്പലേ പോകുന്നവരല്ലേ? ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊക്കെ, അല്ലേ? നമുക്കൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. അപ്പൊ അതുകൊണ്ട് ഈ KCC-യുടെ ആഭിമുഖ്യത്തിലുള്ള ഈ കുടുംബ സംഗമം, KCY-യിലും KCW-യും കൂടെ കൂടിയുള്ള ഈ കുടുംബ സംഗമം നടക്കുമ്പോൾ നമ്മളൊന്ന് ആത്മശോധന നടത്തണം. ഈ ക്വാളിറ്റിയിൽ നമുക്ക് എത്ര മാർക്ക് നമ്മുടെ സമുദായത്തിന് കൊടുക്കാൻ പറ്റുമെന്ന്, ക്വാളിറ്റിയിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? പൈസ ആയതുകൊണ്ട് മാത്രം ക്വാളിറ്റി ആവുമോ? ആകിയല്ല. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്നും വേണ്ടേ നമുക്ക് ജ്ഞാനായക്കാരായിട്ടുള്ള സിവിൽ സർവീസുകാരെ, IAS-കാരെ, IPS-കാരെ, IFS-കാരെ നമുക്ക് വേണ്ടേ? നല്ല രാഷ്ട്രീയക്കാരെ നമുക്ക് വേണം, നല്ല കർഷകരെ നമുക്ക് വേണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ ചതറിക്കപ്പെടും. നമ്മൾ ഒരിടത്തും വേരുകളില്ലാതെ ചതറിക്കപ്പെടും. ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം അതിനെ അടിച്ച് ചതറിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്പ്ലിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് മുഴുവൻ പോവും. അപ്പൊ അതുകൊണ്ട് നല്ല സ്വത്വബോധമുള്ള, നല്ല ഐഡന്റിറ്റിയുള്ള, അഭിമാനബോധമുള്ള, ജ്ഞാനായക്കാരായ ക്വാളിറ്റിയുള്ള തലമുറ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ
ഈ പറഞ്ഞ സമുദായ സ്നേഹവും സഭാസ്നേഹവും പറഞ്ഞു പഠിപ്പിക്കുന്നതോടൊപ്പം നേഴ്സിംഗും വിദേശത്തേക്ക് പോകുന്നതും മാത്രമാക്കാതെ നല്ല കാലിബറുള്ള പിള്ളേരെ ഒരു 8ാം ക്ലാസ് തൊട്ടേ സിവിൽ സർവീസിനെ കുറിച്ചും IFS, IAS, IPS, നല്ല പൊളിറ്റീഷ്യൻസ് ആകാൻ സാധ്യതയുള്ളവരെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചത് മർത്തോമം പാടാൻ പഠിപ്പിച്ചത്, ഒത്തുതിരിച്ചവര് പാടാൻ പഠിപ്പിച്ചത്, നട വിളിക്കാൻ പഠിപ്പിച്ചത് ഏതെങ്കിലും അച്ഛനോ കന്യാസ്ത്രീ ആണോ? അല്ല. സമുദായ സ്നേഹവും മർത്തോമം പാടാനും നമുക്ക് നല്ല പ്രൊഫഷൻ ഉണ്ടാകണമെന്നും നല്ല ജോലി ഉണ്ടാകണം, നല്ല കരിയർ ഉണ്ടാകണമെന്നും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഏതെങ്കിലും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആണോ? അല്ല, നമ്മുടെ കാരണവന്മാരാ. മക്കളെ അടുത്തു വിളിച്ചിരുത്തി മർത്തോമൻ പാടാൻ, ഒത്തുതിരിച്ചവർ പാടാൻ, നട വിളിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കാരണവന്മാരാ. എന്തേ നമുക്കത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? വലിയൊരു ചോദ്യചിഹ്നം അത്. നമ്മുടെ വല്യപ്പന്മാര് നമ്മളെ പഠിപ്പിച്ചതുപോലെ ഏറ്റുമാനൂർ പള്ളിയുടെ പാട്ട്, കൈപ്പുഴ പള്ളിയുടെ ചിന്ത്, കടുത്തുരുത്തി പള്ളിയുടെ പാട്ട്, ഉഴവൂർ പള്ളിയുടെ ചിന്ത് മക്കളെ പാടിക്കേടാ എന്ന് പറഞ്ഞ് അടുത്തു വിളിച്ചിരുത്തി നടവിളിക്കാൻ, ഒത്തുതിരിച്ചവര് പാടാൻ, ബെറുമറിയം പാടാൻ നമ്മുടെ കാരണവന്മാര് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് മുഴുവൻ പാടാൻ പറ്റുന്നില്ലെങ്കിലും അറ്റവും മുറിയെങ്കിലും ഒക്കെ 2 അകത്ത് എന്നിട്ടാണെങ്കിൽ പോലും ചില സമയത്തൊക്കെ ഒന്ന് പാടാൻ പറ്റുന്നു. എന്തേ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ നമുക്കത് പറ്റാതെ പോകുന്നേ? അപ്പൊ അത് ആരുടെയാ കുഴപ്പം? മക്കളുടെയാണോ കുഴപ്പം? നമ്മുടെയാണോ കുഴപ്പം? ആരുടെയാ കുഴപ്പം? അതുകൊണ്ട് കൊടുക്കേണ്ട ശീലങ്ങള്, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങള്, മനസ്സിൽ രൂപപ്പെടുത്തേണ്ട ലക്ഷ്യബോധങ്ങള്. കാനഡയും ഓസ്ട്രേലിയയും UK ഒക്കെ നല്ലതാ. പക്ഷേ കഴിവുള്ള മിടുക്കരായ പിള്ളേര് നല്ല ലക്ഷ്യബോധത്തോടെ പഠിക്കട്ടെന്നേ. എല്ലാ സാധ്യതയും സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഒരു PG+ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കോളേജുകളിൽ തന്നെ വേക്കൻസികളുണ്ട്, നമ്മുടെ സ്കൂളുകളിൽ തന്നെ വേക്കൻസികളുണ്ട്. നമ്മുടെ പിള്ളേരെ കിട്ടാനില്ല. നമ്മുടെ പിള്ളേർക്ക് അതൊന്നും വേണ്ട. +2 കഴിയുമ്പോഴേ കാനഡയ്ക്ക് പോകണം എന്നുള്ളതല്ലാതെ വേറെ ചിന്തകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഈ കുടുംബസംഗമം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവണം. ഈ പറഞ്ഞ ജ്ഞാനായ സ്വത്വബോധവും നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴും 15 വർഷം കഴിയുമ്പോഴും 25 വർഷം കഴിയുമ്പോഴും 50 വർഷം കഴിയുമ്പോഴും ഒക്കെ അഭിമാനത്തോടെ പറയണ്ടേ, ഞങ്ങള് ജ്ഞാനായക്കാരാ. നമ്മുടെ മക്കളുടെ കല്യാണങ്ങളൊക്കെ ഈ ഏറ്റുമാനൂർ പള്ളിയിലും കൈപ്പുഴ ഫൊറോനയിലെ മറ്റു പള്ളികളിലും വിളിച്ചു ചൊല്ലി തന്നെ വേണ്ടേ നടക്കാൻ? വിളിച്ചു ചൊല്ലണ്ടേ? വേണ്ടേ? വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ശീലങ്ങളും പഠിപ്പിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛനും ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പോലും മക്കളുടെ കല്യാണം ഏറ്റുമാനൂർ പള്ളിയിലോ കൈപ്പുഴ ഫൊറോനയിലെ പള്ളിയിലോ വിളിച്ചു ചൊല്ലാതെ നടക്കരുത്. നടക്കാതിരിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളുടെ കല്യാണമൊക്കെ വിളിച്ചു ചെല്ലുമ്പം അപ്പൻ്റെ അമ്മയുടെയൊക്കെ മനസ്സിൽ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ട്, അല്ലേ? ഞങ്ങൾ അച്ഛന്മാർ അട്ടാറയുന്നോണ്ട് കാണും, കൈപ്പുഴ ഇടവക സോ ഇന്നയാളുടെ മകളും, ഉഴവുപള്ളി ഇടവക ഇന്നയാളുടെ മകളും തമ്മിലുള്ള വിവാഹം ഇത്രാം തീയതി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അപ്പനൊന്ന് ചാടി എഴുന്നേറ്റിട്ട് നെഞ്ചു വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. സ്വത്വബോധം, അഭിമാനബോധം, അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വലിയ സന്തോഷ, നമ്മുടെ മുഖത്തുള്ള വലിയ പുഞ്ചിരിയ. അത് നഷ്ടപ്പെട്ടു പോയ, തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു നന്മയുണ്ടെങ്കിൽ അത് ജ്ഞാനായത്വം. നഷ്ടപ്പെട്ടു പോയ, തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു നന്മയുണ്ടെങ്കിൽ അത് ജ്ഞാനായത്വമാണ്. അതുകൊണ്ട് അമ്മയെ വിറ്റ് ഭ്രാന്തിയെ മടിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ മക്കളായിട്ട്, വക്താക്കളായിട്ട് അടുത്ത തലമുറ മാറാൻ നമ്മൾ കാരണമാകരുത്. ചെറുപ്പം തൊട്ടേ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താൽ, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചാൽ, ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ശീലിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. ഒരു മർത്തോമം പാടിയ നമ്മുടെ മക്കളൊക്കെ ഒരുമിച്ച് കൂടും. എന്തടിയും ബഹളമാണേലും, KCYയിലെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, യൂത്ത് എവിടെയെല്ലാം ചെതറി നിന്നാലും വാടാ മക്കളെ നടവിളിക്കാം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് വിളിച്ചാൽ ഒരേ സ്വരത്തിൽ നമ്മുടെ മക്കളൊക്കെ ഒരുമിച്ച് കൂടും. ആ നടയിലും പുരാതനപ്പാട്ടിലും ഒക്കെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മക്കൾ തമ്മിലുള്ളൂ. ആ പ്രശ്നങ്ങള് നമ്മുടെ സമുദായത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഒരു കാര്യം ഉറപ്പിച്ചു, നമ്മളെ തോപ്പിക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മളെ തോപ്പിക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും നമ്മളെ തോപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച നമ്മളെ തോപ്പിക്കാം. നമ്മളെ തോപ്പിക്കാം. അതുകൊണ്ട് നമ്മളായിട്ട്
നമ്മളെ തോൽപ്പിക്കാനായിട്ട് അവസരം കൊടുക്കരുത്. വേറെ ആര് വിചാരിച്ചാലും ക്നാനായക്കാരൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല. വേറെ ആര് വിചാരിച്ചാലും പറ്റിയില്ല, ആര് വിചാരിച്ചാലും നടക്കില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഇത് വലിയ ദൈവത്തിൻ്റെ ദാനമാണ്, തമ്പുരാൻ്റെ വലിയ ദാനമാണ്. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല നമ്മളാരും ജ്ഞാനായക്കാരായേ. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടാണോ നമ്മൾ ജ്ഞാനായക്കാരായേ? ആണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? ഫ്രാൻസിസ് മാർപ്പാപ്പ വിചാരിച്ച ജ്ഞാനായക്കാരനാകാൻ പറ്റുമോ? പറ്റിയല്ല. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ച ജ്ഞാനായക്കാരനാകാൻ പറ്റുമോ? പറ്റിയല്ല. നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ ആരുടെയും സാമർഥ്യം ഒന്നുമല്ല. നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും ഏറ്റെടുത്ത വലിയ തീരുമാനത്തിന്റെ ഫലമാണ് നമ്മുടെ ജ്ഞാനായത്വം. എൻ്റെ അപ്പന് ഒരുപക്ഷെ എൻ്റെ അമ്മയെക്കാളും നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു ഈ ജ്ഞാനായിട്ട് നോക്കിയില്ലായിരുന്നെങ്കിൽ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പനേക്കാളും നല്ല ചടക്കനെയും കിട്ടുമായിരുന്നു ഈ ജ്ഞാനായിട്ട് നോക്കിയില്ലായിരുന്നെങ്കിൽ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അപ്പനും അമ്മയ്ക്കും അല്ലേ? അപ്പൊ അവരെടുത്ത ശക്തമായ തീരുമാനത്തിന്റെ ഫലമാണ് നമ്മുടെ ജ്ഞാനായത്വം. അത് അടുത്ത തലമുറയ്ക്ക് അവകാശപ്പെട്ടതാ. അപ്പം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ അടുത്ത തലമുറയുടെ ജ്ഞാനായത്വം കൂടെയാണ് എന്ന് നമ്മൾ ഓർത്തോണം, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ജ്ഞാനായത്വം പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ, ക്വാളിറ്റിയുള്ള മക്കളായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ, അവരെ അങ്ങനെ വളർത്താതിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് സ്വത്വബോധമുള്ള അഭിമാനബോധമുള്ള ഒരു ജ്ഞാനായ തലമുറയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്നുകൂടി നമ്മൾ വിചാരിക്കണം. ഞാൻ അവസാനിപ്പിക്കുവാണ്. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടു. താങ്ക് യു.